മക്കളെ, സോ വെൽക്കം ബാക്ക് ടു അവർ ബയോളജി ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഫ്രോഗിൻ്റെ മോർഫോളജിയും അതിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു വന്നതാണ്, റൈറ്റ്? സോ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. സോ ഹിയർ വി മൂവ് ഓൺ ടു ദ അനാട്ടമി. ക്ലിയർ? സോ അനാട്ടമി ഓഫ് ഫ്രോഗിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഹ്യൂമൻ ബോഡിയുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നുകൂടെ രസമായിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കാനുള്ളതാണ്. കുറച്ച് അധികം ഉണ്ട് ഈ ഒരു പോർഷൻ. ബിക്കോസ് റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഹിയർ വി മൂവ് ഓൺ ടു ദ അനാട്ടമി. ദ ബോഡി ക്യാവിറ്റി ഓഫ് ഫ്രോഗ്സ് അക്കോമഡേറ്റ് ഡിഫറെൻറ്റ് ഓർഗൻ സിസ്റ്റം. നമുക്കറിയാം, നമ്മളുടെ ബോഡിയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗൻ സിസ്റ്റം ഉണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ ബോഡി തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫ്രോഗിൻ്റെ ബോഡി ക്യാവിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗൻ സിസ്റ്റംസ് ഇവർക്ക് പ്രസൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഡൈജസ്റ്റീവ് ഉണ്ട്, സർക്കുലേറ്ററി ഉണ്ട്, റെസ്പിറേറ്ററി ഉണ്ട്, നെർവസ് ഉണ്ട്, എക്സ്ക്രീറ്ററി, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എക്സെട്ര. ഇതൊക്കെ ഈ ഒരു ബോഡി ക്യാവിറ്റി ഓഫ് ഫ്രോഗിൽ കാണുന്ന ഡിഫറെൻറ്റ് ഓർഗൻ സിസ്റ്റമാണ്. ക്ലിയർ ആണല്ലോ? അതിൽ കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ മക്കളെ? അപ്പോൾ ഏതൊക്കെയാണ് ഒന്നും കൂടെ പറയാം. ദാറ്റ് ഈസ് ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ ആണല്ലോ? ഇത്രയും സിസ്റ്റംസ് ആണ് ആർക്കുള്ളത്? ഒരു ഫ്രോഗിൻ്റെ ബോഡി ക്യാവിറ്റിയിൽ കാണുന്നത്. ഇതൊക്കെ നമ്മളുടെ ബോഡിയിലും ഇല്ലേ? നമുക്ക് നെർവസ് സിസ്റ്റം ഇല്ലേ മക്കളെ? സർക്കുലേറ്ററി സിസ്റ്റം ഇല്ലേ? ഹാർട്ടൊക്കെ ഇല്ലേ നമുക്ക്? ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിസ് ഈസ് കമ്പയറബിൾ ടു എ ഹ്യൂമൻ ബോഡി. നമ്മളുടെ ഹ്യൂമൻ ബോഡിയുമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ പറ്റും. എല്ലാം പറയുന്നില്ല, കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ വിത്ത് എ വെൽ ഡെവലപ്ഡ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. ഇവർക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത്രയും ഓർഗൻ സിസ്റ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ഹാവ് എ വെൽ ഡെവലപ്ഡ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ക്ലിയർ? സോ ദ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് മക്കളെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഫ്രോഗിൻ്റെ അനാട്ടമിയിൽ പഠിക്കാൻ പോകുന്ന ഓർഗൻ സിസ്റ്റം ഏതാണ്? ദാറ്റ് ഈസ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ക്ലിയർ ആയോ? ക്ലിയർ ആണോ മക്കളെ? ദാറ്റ് ഈസ് ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്തൊക്കെയാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആളുകൾ? ആരൊക്കെയാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ളത്? സി, അതിലുള്ള ആളുകളാണ് മക്കളെ, ദാറ്റ് ഈസ് എലിമെൻ്ററി കനാൽ ആൻഡ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. സോ ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയാണ്? എലിമെൻ്ററി കനാൽ ആൻഡ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. 2 പേരാണ് ഉള്ളത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ. 2 പേരടങ്ങിയിട്ടുണ്ട്. ആരൊക്കെയാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് 2 ആളുകളാണ് ഉള്ളത്. ഒന്നാമത്തത് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഉണ്ട്. ഓക്കെ, അതിൽ നിന്നും തന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം എഴുതിയത്. ദാറ്റ് ഈസ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ എലിമെൻ്ററി കനാലുമാണ് ഉള്ളത്. എന്താണ്? എലിമെൻ്ററി കനാൽ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ മക്കളെ? ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓർഗൻ സിസ്റ്റത്തിൽ ഫ്രോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആയോ? ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഫ്രോഗിന് എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് മക്കളെ? ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സും ഉണ്ട്, അതുപോലെ തന്നെ എലിമെൻ്ററി കനാലും ഉണ്ട്. ദ ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എലിമെൻ്ററി കനാലിനെ പറ്റിയിട്ടാണ് അടുത്ത സംസാരിക്കുന്നത് മക്കളെ. എലിമെൻ്ററി കനാൽ ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഷോർട്ട്. ഓക്കെ, എലിമെൻ്ററി കനാൽ എന്താണ്? ഷോർട്ടാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഫ്രോഗ്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഫ്രോഗ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ദേ ആർ കാർണിവോഴ്സ്. എന്താ കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ? ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ് ഈറ്റിംഗ് ആയിട്ടുള്ള അനിമൽസിനെ വിളിക്കുന്ന പേരാണ് ഹെർബിവോഴ്സ്. കാർണിവോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അനിമൽസിനെ കഴിക്കുന്നവരെന്നാണ്. അനിമൽസിനെ മീൻസ് പ്ലാന്റ് ഈറ്റിംഗ് അല്ല. ഓക്കെ, ക്ലിയർ ആയോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? പ്ലാന്റ് ഈറ്റിംഗ് അല്ല, പകരം ഇവർ ഈ ടൈപ്പ് ഓഫ് ഫ്ലഷസ് ആൻഡ് ലൈക്ക് മീറ്റ് ഈറ്റിംഗ് ആയിട്ടുള്ള അനിമൽസിനെ വിളിക്കുന്ന പേരാണ് കാർണിവോഴ്സ് എന്ന് പറയുന്നത്. ഫ്രോഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ കാർണിവോർ. ഓർത്ത് വയ്ക്കുക, എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് വൈ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണിത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഫ്രോഗ്സ് എന്താണ് മക്കളെ? ദേ ആർ കാർണിവോഴ്സ്. അവരെന്താണ്? കാർണിവോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഷോർട്ട്. 2 ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഫ്രോഗ് വെദർ ഇറ്റ് ഈസ് ഹെർബിവോർ ആണോ, കാർണിവോർ ആണോ, ഓംനിവോർ ആണോ എന്നുള്ളത്.
സി ഇപ്പോൾ കോക്രോച്ച് ഒക്കെ ഒരു ഓംനിവോറാണ്, പക്ഷേ ഫ്രോഗ് എന്ന് പറയുന്നത് എന്താണ്? കാർണിവോറാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒന്നാമത്തെ കാര്യം ദാറ്റ് ഈസ് വെദർ ഇറ്റ് ഈസ് എ കാർണിവോർ ഓർ നോട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ അലിമെൻ്ററി കനാൽ എന്താണ്? ഷോർട്ടാന്ന് പറഞ്ഞല്ലോ. അലിമെൻ്ററി കനാൽ എന്താണ്? ഷോർട്ടാണ്. എന്തുകൊണ്ടാണ് ഇത് ഷോർട്ട് ആയതല്ലേ? എന്താണ് ഷോർട്ട് ആവാനുള്ള റീസൺ? ആ റീസൺ ആണ് മക്കളെ അവർ കാർണിവോർ ആണെന്നുള്ളത്. ഇറ്റ് ഈസ് കണക്റ്റഡ്. ക്ലിയർ? 3 കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചു. ഒന്നാമത്തത് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ആരൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? 2 ആളുകളാണ്, എലിമെൻ്ററി കനാലും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഗ്ലാൻസും. ഓക്കെ, നൗ വി ആർ ലേണിംഗ് അബൌട്ട് ദ എലിമെൻ്ററി കനാൽ. എലിമെൻ്ററി കനാൽ ഷോർട്ടാന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഷോർട്ട് ആയത്? കാരണം ഈ ഫ്രോഗ്സ് എന്ന് പറയുന്നത് ഒരു കാർണിവോറാണ്. എന്താ കാർണിവോർ ആയുള്ള പ്രശ്നം? ദ ലെങ്ത് ഓഫ് ദ ഇൻഡസ്റ്റൈൻ ഈസ് റെഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലെങ്ത് ഓഫ് ദി ഇൻഡസ്റ്റൈൻ റെഡ്യൂസ്ഡ് ആണ്. ഇൻഡസ്റ്റൈൻ്റെ ലെങ്ത്തും ഇവർക്ക് കുറവാണ്. അലിമെൻ്ററി കനാൽ ഷോർട്ടാണ്, ഇൻഡസ്റ്റൈൻ്റെ ലെങ്ത് കുറവാണ്. ക്ലിയർ ആയോ? ഇതിൻ്റെയൊക്കെ ഒരു പ്രൈം റീസൺ എന്ന് പറയുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് എ കാർണിവോർ. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ദ 4th പോയിന്റ്. 4 പോയിന്റ്സ് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് ഇപ്പോൾ കിട്ടി. പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ 3 ലൈൻ ആയപ്പോഴേക്കും നമുക്ക് 4 പോയിന്റ്സ് കിട്ടി. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എൻ്റെ കൂടെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് പഠിച്ചോളും. So the mouth opens into the buccal cavity. Next we are talking about the mouth. ഈ ഫ്രോഗ്സിൻ്റെ മൗത്ത് നേരെ ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ് മക്കളെ? മൗത്ത് ഓപ്പൺസ് ഇൻ ടു ദ ബക്കൽ ക്യാവിറ്റി. ആൻഡ് മൗത്ത് ബക്കൽ ക്യാവിറ്റിയിലോട്ട് എത്തി എന്ന് പറഞ്ഞു. സി, മൗത്ത് ഓപ്പൺസ് ഇൻ ടു ദ ബക്കൽ ക്യാവിറ്റി. ക്ലിയർ ആയോ? മൗത്ത് ഓപ്പൺസ് ഇൻ ടു ദ ബക്കൽ ക്യാവിറ്റി. ഇനി ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് ഇത് എടുക്കാൻ മക്കളെ പോകുന്നത് ഈസോഫാഗസിലോട്ടാണ് പോകുന്നത്. മൗത്ത് ടു ബക്കൽ ക്യാവിറ്റി ടു ഈസോഫാഗസ്. അതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് മൗത്ത് ഓപ്പൺസ് ഇൻ ടു ദ ബക്കൽ ക്യാവിറ്റി ദാറ്റ് ലീഡ്സ് ടു ദ ഈസോഫാഗസ്. ക്ലിയർ ആണോ? ദാറ്റ് ലീഡ്സ് ടു ദ ഈസോഫാഗസ്. മക്കളെ, മൗത്തും ബക്കൽ ക്യാവിറ്റിയും കഴിഞ്ഞിട്ട് ഇത് ഈസോഫാഗസിലോട്ടാണ് എത്തുന്നത്. ഈസോഫാഗസിലോട്ട് എത്തുന്നത് ഏതിലൂടെയാണ്? ഫാരിങ്സിലൂടെയാണ് ഇവർ പോകുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് വീണ്ടും മോഡിഫിക്കേഷൻ വരുത്താലോ? വീണ്ടും മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പം ഈ ഒരു ടാബുലാർ കോളം പോലെ ഇത് തരാം. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് മൗത്തിലേക്ക് എത്തുന്നു. മൗത്തിൽ നിന്നും നേരെ എവിടെ പോകുന്നു മക്കളെ? ബക്കൽ ക്യാവിറ്റിയിലോട്ടല്ലേ എത്തുന്നത്. ബക്കൽ ക്യാവിറ്റിയിൽ നിന്നും ഇനി അത് എങ്ങോട്ടാണ് പോകുന്നത്? ഫാരിങ്സിലോട്ടാണ്. ഇനി ഫാരിങ്സ് വഴിയാണ് ഇത് എങ്ങോട്ട് എത്തുന്നത്? ഫാരിങ്സ് വഴിയാണ് മക്കളെ ഇത് ഈസോഫാഗസിലോട്ട് എത്തുന്നത്. ക്ലിയർ ആയോ? ഇതിൻ്റെ ഒരു പാത്വേ ക്ലിയർ ആവണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാത്വേ ആണ്. ഫ്രോഗിൻ്റെ പാത്വേ എങ്ങനെയാണ് മക്കളെ? എങ്ങനെയാണ് ഇവരുടെ ഫുഡ് പ്രോസസ്സിംഗ് പാത്വേ എന്ന് പറയുന്നത്? മൗത്ത്, ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ് ആൻഡ് ഈസോഫാഗസ്. ക്ലിയർ ആണല്ലോ? ആൻഡ് ഈസോഫാഗസിനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. ഈസോഫാഗസും ഒരു ഷോർട്ട് ട്യൂബാണ്. Esophagus is a short tube that opens into the stomach which in turn continues as the intestine. ഈ പറയുന്ന ഈസോഫാഗസിൽ നിന്നും ഇനി ഇത് എവിടേക്കാണ് പോകുന്നത് മക്കളെ? സ്റ്റൊമക്കിലോട്ടാണ് പോകുന്നത്. ആ ഫുഡിന് എങ്ങോട്ടാണ് പോവുക? സ്റ്റൊമക്കിലോട്ടാണ് പോകുന്നത്. സ്റ്റൊമക്കിൽ നിന്നും നമുക്കറിയാലോ ഇൻഡസ്റ്റൈനിലോട്ടാണെന്നുള്ളത്. അതിൽ കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. നമ്മൾ ഹ്യൂമൻസിൻ്റെ കേസിൽ ഇങ്ങനെ തന്നെ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? സോ മൗത്ത്, ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസിൽ നിന്നും സ്റ്റൊമക്ക് ആൻഡ് ഇൻഡസ്റ്റൈൻ. പിന്നീട് അത് എവിടേക്ക് പോകും? രക്തത്തിലോട്ട് പോകുന്നറിയാലോ. ക്ലിയർ ആണല്ലോ മക്കളെ? സോ റെക്ടം, ഇൻഡസ്റ്റൈൻ, റെക്ടം ആൻഡ് ഫൈനലി ഓപ്പൺസ് ഔട്ട്സൈഡ് ബൈ ദ ക്ലോയാക്ക. ക്ലിയർ ആണോ മക്കളെ? സോ ഇൻഡസ്റ്റൈൻ കഴിഞ്ഞാൽ രക്തത്തിലോട്ട് പോകും. റെക്ടം ആൻഡ് ഫൈനലി ഓപ്പൺസ് ടു ദ ഔട്ട്സൈഡ് ത്രൂ ദ ക്ലോയാക്ക. ക്ലോയാക്കയിലൂടെ അത് എവിടേക്ക് വരും? പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ദിസ് ഈസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് പാത്വേ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. മൗത്ത്, ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ കഴിഞ്ഞാൽ രക്തം കഴിഞ്ഞിട്ട് ഇറ്റ് ഗോസ് ടു ദ ഔട്ട്സൈഡ് ത്രൂ ദ ക്ലോയാക്ക. ക്ലോയാക്ക എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെ അതെവിടെ പോവും? പുറത്തോട്ട് പോവും. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ ഈ ഒരു പോർഷനിൽ നിന്നും തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ദിസ് ഈസ് ദ 5th വൺ. ഇതാണ് മക്കളെ 5th വൺ. ഈ ഒരു പാത്വേ ക്ലിയർ ആണല്ലോ മക്കളെ? ഈ ഒരു പാത്വേ ആണ് 5th എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇവരുടെ ലിവറിനെ പറ്റിയിട്ടാണ്. സി, ലിവർ സെക്രീറ്റ്സ് ദ ബൈൽ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഗോൾ ബ്ലാഡർ.
ലിവർ എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ബൈൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ബൈൽ എവിടെയാണ് മക്കളെ സ്റ്റോർ ചെയ്യുന്നത്? ഗോൾ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ദിസ് ബൈൽ സെക്രീറ്റ്സ് ദ ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഗോൾ ബ്ലാഡർ. എവിടെയാണ് മക്കളെ സ്റ്റോർ ചെയ്യുന്നത്? ഗോൾ ബ്ലാഡറിലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് പാൻക്രിയാസ് ഈസ് എ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ലിവർ പറഞ്ഞു, അടുത്തത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എന്ന് പറയുന്നത് എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ഒരു പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ലിവർ സെക്രീറ്റ് ചെയ്യുന്നതാണ് മക്കളെ ബൈൽ. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ്. ക്ലിയർ ആയല്ലോ? ആൻഡ് പാൻക്രിയാസ്, that is a digestive gland, produces pancreatic juice. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്ത് പ്രസൻ്റ് ആണ് മക്കളെ? ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രസൻ്റ് ആണ്. ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ പ്രസൻ്റ് ആണ്. ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു, ലിവറിൻ്റെയും പാൻക്രിയാസിൻ്റെയും. ലിവർ സെക്രീറ്റ് ചെയ്യുന്നത് ബൈലിനെയാണ്, പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. ക്ലിയർ? ഈ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലാണ് മക്കളെ ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കണം. ആരെയാണ് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നത്? ബൈലിനെയാണ് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി പാൻക്രിയാസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇവർ സെക്രീറ്റ് ചെയ്യുന്ന ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രസൻ്റ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഇനി നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഫുഡ്. ഓക്കെ, ഈ പറയുന്ന ഫ്രോഗ്സ് ഫുഡ് എങ്ങനെയാണ് എടുക്കുന്നത്? ബൈലോബ്ഡ് ടങ്ക്. ഇവർക്കൊരു ബൈലോബ്ഡ് ടങ്ക് ഉണ്ട്. എന്തുണ്ട് മക്കളെ? ബൈലോബ്ഡ് ഇങ്ങനെ ഒരു ടങ്ക് ഉണ്ട്. ഈ ടങ്ക് വഴിയാണ് ഇവർ ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നത്. ക്ലിയർ? ഫുഡിനെ ക്യാപ്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ദ ബൈലോബ്ഡ് ടങ്ക്. ഫുഡ് ഈസ് ക്യാപ്ചേർഡ് ബൈ ദ ബൈലോബ്ഡ് ടങ്ക്. Okay, and digestion of food takes place by the action of HCl and gastric juices secreted from the walls of stomach. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറേ സെക്രീഷൻസ് പറഞ്ഞു. ഞാനത് ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് തരാം, മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓർത്ത് വയ്ക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഈ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ലിവർ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് മക്കളെ? ലിവർ. ലിവർ സെക്രീറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ബൈലിനെയാണ്. ഈ ബൈൽ എവിടെയാണ് മക്കളെ സ്റ്റോർ ചെയ്യുന്നത്? ഗോൾ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ? ക്ലിയർ ആണോ മക്കളെ? ഇനി സെക്കൻഡ് വൺ നമ്മൾ പഠിച്ചത് എന്താണ്? ദാറ്റ് ഈസ് അബൌട്ട് പാൻക്രിയാസ്. ക്ലിയർ ആയല്ലോ? പാൻക്രിയാസിൽ നിന്നും എന്താണ് വരുന്നത്? അവരെന്താ സെക്രീറ്റ് ചെയ്യുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസ്. എന്താണ് മക്കളെ സെക്രീറ്റ് ചെയ്യുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രസൻ്റ് ആണ്. ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രസൻ്റ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? സോ ലിവർ കഴിഞ്ഞു, അതുപോലെ തന്നെ പാൻക്രിയാസും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു സെക്രീഷൻ പ്രോസസ്സ് ഇവിടെ പറയുന്നത് സ്റ്റൊമക് വാളിൽ നിന്നുള്ളതാണ്. ഓക്കെ, ദ തേർഡ് വൺ എന്ന് പറയുന്നതാണ് മക്കളെ ഫ്രം ദ സ്റ്റൊമക് വാൾ. ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ അല്ലേ മക്കളെ? സോ സ്റ്റൊമക് വാളിൽ നിന്നും എന്തൊക്കെയാണ് മക്കളെ സെക്രീറ്റ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് മക്കളെ സ്റ്റൊമക് വാളിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്നത്? സി ദ HCl ആൻഡ് ദ ഗ്യാസ്ട്രിക് ജ്യൂസസ്. HCl is already there in our stomach. ഓക്കെ, ഇനി സ്റ്റൊമക് വാളിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ ഗ്യാസ്ട്രിക് ജ്യൂസസ്. എന്താണ് മക്കളെ സെക്രീറ്റ് ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് ജ്യൂസസ്. ഇതെന്തിനാണ് ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതി തരുന്നതെന്ന് വെച്ചാൽ എക്സാമിന് ഇതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാം, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാം. ഈ പറയുന്ന ഗോൾ ബ്ലാഡറിൽ ഗ്യാസ്ട്രിക് ജ്യൂസാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ റോങ് ആണോ? റോങ് അല്ലേ മക്കളെ? സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നത്. ലിവർ പറഞ്ഞു, പാൻക്രിയാസ് പറഞ്ഞു, സ്റ്റൊമക് വാൾ പറഞ്ഞു. സോ നമ്മൾ ഫുഡ് ഇവരെങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ബൈലോബ്ഡ് ടങ്ക് വഴിയാണ് ഫുഡ് ക്യാപ്ചർ ചെയ്തത്. ഈ ക്യാപ്ചർ ചെയ്ത ഫുഡിന് ഈ ഡൈജഷൻ പ്രോസസ്സ് നടക്കണ്ടേ? സോ ഈ ഡൈജഷൻ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ HClൻ്റെ ആക്ഷൻ നടക്കണം. HClൻ്റെ ആക്ഷൻ നടക്കണം. അതുപോലെ സ്റ്റൊമക് വാളിൽ നിന്നും റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസും കൂടെ വെച്ചിട്ടാണ് അവിടെ ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നത് ഏതൊക്കെ വെച്ചിട്ടാണ്? ദാറ്റ് ഈസ് നമ്മളുടെ HClഉം അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസും ഇത് വെച്ചിട്ടാണ് മക്കളെ എന്ത് നടക്കുന്നത്? അവിടെ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് HClഉം ഗ്യാസ്ട്രിക് ജ്യൂസും കൂടെ ഉപയോഗിച്ചിട്ടാണ്. ക്ലിയർ ആയോ? ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്? വാൾസ് ഓഫ് ദ സ്റ്റൊമക്കിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ ഇതുവഴി നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് കിട്ടും. കംപ്ലീറ്റ്ലി ഡൈജസ്റ്റഡ് ആയിട്ടില്ല.
നമുക്കിപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത്? ഈ പറയുന്ന HCl-ഉം ഗ്യാസ്ട്രിക് ജ്യൂസൊക്കെ ഉപയോഗിച്ച് ഡൈജഷൻ പ്രോസസ്സ് നടന്നു. ഈ ഡൈജഷൻ പ്രോസസ്സ് നടന്നാൽ നമുക്ക് കിട്ടുന്നത് എന്താണ് മക്കളെ? പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡാണ്. പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡാണ് മക്കളെ നമുക്ക് കിട്ടുന്നത്. ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡിനെ വിളിക്കുന്ന പേരാണ് കൈം. എന്താണ് മക്കളെ വിളിക്കുക? പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡിനെ വിളിക്കുന്ന പേരാണ് കൈം. അതിവിടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് കൈം. ക്ലിയർ ആണോ? സോ ദ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് കോൾഡ് കൈം. ഇനി ഇവരെന്താണ് ചെയ്യുക? നമുക്ക് ആക്ച്വലി നമ്മളുടെ ബോഡിയിൽ ഒരു കംപ്ലീറ്റ് ഡൈജഷൻ നടക്കണം. എന്നാലല്ലേ ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് പാർഷ്യലി, അതായത് ഇവരുടെ ബോഡിയിൽ ഇപ്പം ഉള്ളത് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡാണ്. ദാറ്റ് ഈസ് കൈം. കൈമാണ് ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി ഈ കൈമിനെ സ്റ്റൊമക്കിൽ നിന്നും എന്ത് ചെയ്യും? പാസ് ചെയ്യും. എവിടേക്ക്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടിലോട്ട്. ഫ്രോഗിൻ്റെ ഒരു മൂവ്മെൻറ്റ്, അതായത് പാത്വേ, ഫുഡിൻ്റെ പാത്വേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മൗത്ത് ടു ബക്കൽ ക്യാവിറ്റി, അത് കഴിഞ്ഞ് ഫാരിങ്സ്, ഈസോഫാഗസ് കഴിഞ്ഞാൽ അത് സ്റ്റൊമക്കിലോട്ട് പോകും. സ്റ്റൊമക്കിൽ നിന്നും അത് എവിടെ പോകുന്ന പറഞ്ഞത്? ഇൻഡസ്റ്റൈനിക്ക് പോകുന്ന പറഞ്ഞത്. ഇൻഡസ്റ്റൈന് രണ്ടെണ്ണമല്ലേ മക്കളെ? സ്മോൾ ഇൻഡസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻഡസ്റ്റൈൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് അല്ലെങ്കിൽ കൈം എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? സ്റ്റൊമക്കിലാണ്. ഇനി ഈ സ്റ്റൊമക്കിൽ നിന്നും അതെവിടെ പോവും? ഇൻഡസ്റ്റൈനിലോട്ട് പാസ് ചെയ്യും. എവിടെ പോവും മക്കളെ? ഇൻഡസ്റ്റൈനിലോട്ട് പാസ് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് മൂവ്സ് ഫ്രം ദ സ്റ്റൊമക് ടു ദ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടിലോട്ട് മൂവ് ചെയ്യും. ഏതാണ് മക്കളെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്? എന്താണ് മക്കളെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. സോ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ് മക്കളെ ഡിയോഡിനം. ക്ലിയർ ആണോ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട് എന്താണ്? ഡിയോഡിനം. സോ ദ കൈം ഈസ് പാസ്ഡ് ഫ്രം ദ സ്റ്റൊമക് ടു ദ ഫസ്റ്റ് പാർട്ട് ഓഫ് അവർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദാറ്റ് ഈസ് ഡിയോഡിനം. അതെന്താണ് മക്കളെ? ഡിയോഡിനം എന്നാണ്. ഇനി ഈ ഡിയോഡിനം ആക്ച്വലി എന്താണ് റിസീവ് ചെയ്യുന്നത്? എന്താണ് ഡിയോഡിനത്തിലോട്ട് വരുന്നത്? ഇറ്റ് റിസീവ്സ് ബൈൽ ഫ്രം ദ ഗോൾ ബ്ലാഡർ. ഡിയോഡിനത്തിലോട്ട് നേരത്തെ ഗോൾ ബ്ലാഡറിൽ ലിവർ സെക്രീറ്റ് ചെയ്ത ബൈൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ബൈലിന് ആര് റിസീവ് ചെയ്യുന്നുണ്ട്? ഡിയോഡിനം റിസീവ് ചെയ്യുന്നുണ്ട്. ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസസ് ഫ്രം ദ പാൻക്രിയാസ്. പാൻക്രിയാസിൽ നിന്നുള്ള പാൻക്രിയാറ്റിക് ജ്യൂസും ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്ന ബൈലിനെയും ആര് റിസീവ് ചെയ്യും മക്കളെ? നമ്മളുടെ ഡിയോഡിനം. ഡിയോഡിനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡിയോഡിനം ഗോൾ ബ്ലാഡറിൽ നിന്നുള്ള ബൈലിനെയും പാൻക്രിയാറ്റിക് ജ്യൂസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? റിസീവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മക്കളെ ഈ പറഞ്ഞ ബൈലും അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസൊക്കെ ഡിയോഡിനത്തിലോട്ട് എത്തുന്നത്? എങ്ങനെയാണ് മക്കളെ ഇവർ വരുന്നത്? നേരെ അങ്ങോട്ട് വരികയാണോ? അല്ല, ഇവർക്കൊരു ഡക്റ്റ് വേണമല്ലോ വരണം എന്നുണ്ടെങ്കിൽ. ഇവർക്കൊരു സ്പേസ് വേണ്ട വരാൻ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൂടെ വന്നാൽ ഒക്കെ കൂടെ മിക്സായി പോകത്തില്ലേ? അപ്പോൾ ഇവർക്ക് എന്തായാലും വരാനൊരു ഡക്റ്റ് വേണം. അങ്ങനെ ഈ പറഞ്ഞ ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും ഡിയോഡിനത്തിലോട്ട് വരുന്ന വഴിയാണ് മക്കളെ ദാറ്റ് ഈസ് കോമൺ ബൈൽ ഡക്റ്റ്. എന്താണ്? കോമൺ ബൈൽ ഡക്റ്റ്. സോ അവരിവിടെ പറയുന്നുണ്ട് ദാറ്റ് ഈസ് the duodenum receives bile from the gallbladder and pancreatic juice from the pancreas through a common bile duct. ഓക്കെ, അപ്പം ഒരു കോമൺ ബൈൽ ഡക്റ്റിലൂടെയാണ് ഈ ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ബൈലും അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസും ഡിയോഡിനത്തിലോട്ട് എത്തുന്നത്. ക്ലിയർ ആയല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? എന്താണ് ബൈൽ ചെയ്യുക ഇനി? ആക്ച്വലി നമ്മളുടെ ഡിയോഡിനത്തിലോട്ട് ആര് വന്നിട്ടുണ്ട്? കൈമ് വന്നിട്ടുണ്ട്. കൈം എന്ന് വെച്ചാൽ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡാണ്. ഓക്കെ, നേരത്തെ HCl-ഉം അതുപോലെ തന്നെ നമ്മളുടെ HCl-ഉം ഗ്യാസ്ട്രിക് ജ്യൂസും വെച്ചിട്ട് അവിടെ ഡൈജഷൻ പ്രോസസ്സ് നടന്നിട്ട് നമുക്ക് കൈമ് കിട്ടി. ആ കൈമിന് ഡിയോഡിനത്തിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട് ആ കൈം. ഇനി അങ്ങോട്ട് കോമൺ ബൈൽ ഡക്റ്റിലൂടെ ആര് വന്നു? നമ്മളുടെ പാൻക്രിയാറ്റിക് ജ്യൂസും വന്നു, ബൈലും വന്നു. ഇനി എന്താണ് ഇവരുടെ ഫംഗ്ഷൻ? എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് ബൈൽ വന്നത്? ചുമ്മാ അങ്ങോട്ട് വന്നതാണോ? ഓക്കെ, അവിടെ കുറച്ച് സ്പേസ് ബാക്കിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് വന്നതാണോ? അല്ല, ബൈലിന് അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട് മക്കളെ. ഈ ബൈല് ഈ പറയുന്ന കൈമിലുള്ള ഫാറ്റിനെ എമൽസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കഴിച്ച ഫുഡിൽ ഫാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുമ്പോഴല്ലേ കംപ്ലീറ്റ് ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നുള്ളൂ. സോ ബൈലിൻ്റെ ഫംഗ്ഷൻ ഓർത്ത് വയ്ക്കുക, ദാറ്റ് ഇറ്റ് എമൽസിഫൈസ് ഫാറ്റ്.
ബൈലിൻ്റെ ഫംഗ്ഷൻ എന്താണ് മക്കളെ? അത് ഫാറ്റിനെ എമൽസിഫൈ ചെയ്യും. പാൻക്രിയാറ്റിക് ജ്യൂസ് എന്താ ചെയ്യുക? ഡൈജസ്റ്റ് ദ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. കാർബോഹൈഡ്രേറ്റ്സിനെയും പ്രോട്ടീൻസിനെയും ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കും. ആര്? പാൻക്രിയാറ്റിക് ജ്യൂസ്. ബൈൽ എന്താ ചെയ്യുക? ഫാറ്റിനെ എമൽസിഫൈ ചെയ്യിപ്പിക്കും. അതുവഴി കുറച്ചും കൂടി ഡൈജഷൻ പ്രോസസ്സ് തീർന്നില്ലേ? മനസ്സിലായോ? കൈം എന്ന് പറയുന്നതിൽ അപ്പം ബാക്കി ഉണ്ടാവുക ഈ പറയുന്ന ഫാറ്റും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെയാണ്. അതിൽ ഫാറ്റിനെ എമൽസിഫൈ ചെയ്യാനാണ് മക്കളെ ബൈൽ വരുന്നത് കോമൺ ബൈൽ ഡക്റ്റിലൂടെ. ഈ കോമൺ ബൈൽ ഡക്റ്റിലൂടെ തന്നെ ഗോൾ ബ്ലാഡറിൽ നിന്നുള്ള ബൈൽ വന്നു. കൂടെ ആരും വന്നിട്ടുണ്ട്? നമ്മളുടെ പാൻക്രിയാറ്റിക് ജ്യൂസസും കൂടെ വന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ആരും കൂടെ വന്നിട്ടുണ്ട്? പാൻക്രിയാറ്റിക് ജ്യൂസസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസസ് വരുന്നത് എന്തിനാണ്? അതിലുള്ള കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീൻസിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യല്ല, അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡിസ്ട്രോയ് എന്നുള്ള വേർഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? സോ ഇതോടുകൂടെ മാക്സിമം ഡൈജഷൻ പ്രോസസ്സ് കഴിഞ്ഞില്ലേ? ഒരു അപ് ടു ഒരു മാക്സിമം വരെ ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. കൈമെന്ന് പറഞ്ഞപ്പം അത് പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിരുന്നു. വീണ്ടും കുറച്ച് ഡൈജഷൻ പ്രോസസ്സ് നടന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബൈൽ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസസ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ബാക്കിയുള്ള ഡൈജഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ഫൈനൽ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ. ഇനിയുള്ള ഫൈനൽ ഡൈജഷൻ എവിടെയാണ് മക്കളെ നടക്കുക? ഇൻറ്റസ്റ്റൈനിലാണ് നടക്കുന്നത്. എവിടെയാണ് മക്കളെ ഫൈനൽ ഡൈജഷൻ നടക്കുന്നത്? ദാറ്റ് ഈസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ. ഇൻറ്റസ്റ്റൈനിലാണ് ഇനിയുള്ള ഫൈനൽ ഡൈജഷൻ പ്രോസസ്സ് നടക്കുക. ക്ലിയർ ആണല്ലോ? സോ ദ ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് അബ്സോർബ്ഡ് ബൈ ന്യൂമറസ് ഫിംഗർ ലൈക്ക് ഫോൾസ് ഇൻ ദ ഇന്നർ വാൾ ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ. ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡിനെ ഇനി ആര് അബ്സോർബ് ചെയ്യും? ഈ പറയുന്ന ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ വാളിലുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ മൈക്രോവില്ലി അല്ലെങ്കിൽ വില്ലി എന്ന് പറയും. ഇത് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ്. ഇവരാണ് ഈ ഡൈജസ്റ്റഡ് ഫുഡിനെ ഇനി അബ്സോർബ് ചെയ്യുക. ഇവരെവിടെയാണ് കാണുന്നത്? ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ വാളിലായിട്ടാണ് മക്കളെ കാണുക. വില്ലൈ അല്ലെങ്കിൽ മൈക്രോ വില്ലൈ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ പാർട്ടിലായിട്ടാണ് കാണുന്നത്. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് ദ ഡൈജസ്റ്റഡ് ഫുഡ്. ഡൈജസ്റ്റഡ് ഫുഡിനെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഇനി എന്തൊക്കെ ഡൈജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ ഒരു അൺഡൈജസ്റ്റഡ് സോളിഡ് പാർട്ടൊക്കെ അതിലുണ്ടാവില്ലേ? സോ അങ്ങനത്തെ അൺഡൈജസ്റ്റഡ് സോളിഡ് പാർട്ട് അല്ലെങ്കിൽ ആ ഒരു സോളിഡ് വേസ്റ്റസ്, ബാക്കിയുള്ള അൺഡൈജസ്റ്റഡ് പോർഷൻ ആണല്ലോ നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദ റെക്ടം ആൻഡ് പാസസ് ഔട്ട് ത്രൂ ദ ക്ലോയാക്ക. അങ്ങനെയാണ് ബോഡിക്ക് ഔട്ട് സൈഡിലോട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ മക്കളെ? ഡൈജസ്റ്റീവ് സിസ്റ്റം ഇതോടുകൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പെട്ടെന്നൊന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാം. പഠിക്കാൻ നല്ല ഈസിയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ പറയുന്നത് പോലെ മൂവ് ഓൺ ചെയ്താൽ മാത്രം മതി. സി മൗത്ത്. ഓക്കെ, ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യല്ലേ നമ്മൾ ചെയ്യുന്നത്. ഫുഡ് നമ്മൾ മൗത്തിലൂടെയാണ്. ഈ ഫ്രോഗ്, ഓക്കെ, നമ്മൾ മീൻസ് നൗ വി ആർ ലേണിംഗ് അബൌട്ട് ദ ഫ്രോഗ്. ഓക്കെ, മൗത്തിലൂടെ എടുക്കുന്നു, ബക്കൽ ക്യാവിറ്റിയിലെത്തുന്നു, ഫാരിങ്സിലൂടെ ഈസോഫാഗസിലോട്ട് എത്തുന്നു, ഈസോഫാഗസിൽ നിന്നും സ്റ്റൊമക്ക് ടു ഇൻറ്റസ്റ്റൈൻ ടു റെക്ടം, ക്ലോയാക്ക. ഇങ്ങനെയല്ലേ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്. ഇനി ബാക്ക് ടു ദ മൗത്തിലോട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് മൗത്തിലോട്ട് എത്തുന്നത്? ഫുഡ് പുറത്ത് നിന്നും മൗത്തിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? ഫ്രോഗ് ക്യാപ്ചർ ചെയ്യും ഫുഡിനെ. എങ്ങനെയാണ് ഫ്രോഗ് ഫുഡിനെ ക്യാപ്ചർ ചെയ്യുന്നത്? ബൈലോബ്ഡ് ടങ്ക്. ഓക്കെ, ബൈലോബ്ഡ് ടങ്ക് വെച്ചിട്ടാണ് ഇവർ ഫുഡിനെ ക്യാപ്ചർ ചെയ്യുന്നത്. ഇങ്ങനെ ഫുഡ് നമ്മുടെ മൗത്തിലെത്തി. ഈ മൗത്തിലെത്തിയതിന് ശേഷം അവരെങ്ങോട്ട് പോവാണ്? ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത നമ്മളവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബൈൽ ആൻഡ് ഓൾസോ പിന്നെന്തായിരുന്നു മക്കളെ? ഗ്യാസ്ട്രിക് ജ്യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബൈൽ സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ്. ലിവറാണ് അതിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. അടുത്തതാണ് നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസസ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. അതും നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇങ്ങനെ ഈസോഫാഗസിൽ എത്തിയതിൻ്റെ ശേഷം, അതായത് നമുക്ക് ഈ പറയുന്നത് സ്റ്റൊമക്കിലെത്തും. ഇങ്ങനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡാണ് നമുക്ക് എവിടെ എത്തുന്നത്? സ്റ്റൊമക്കിലെത്തുന്നത്. ദാറ്റ് ഈസ് ദ കൈം. ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് കൈം നമ്മൾ നേരെ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടിലോട്ട് കൊടുക്കും. ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് ഡിയോഡിനം. ഓക്കെ, ഈ കൈമ മാത്രം ഡിയോഡിനത്തിലെത്തിയെന്ന് വിചാരിച്ചിട്ട് ഡൈജഷൻ പ്രോസസ്സ് നടക്കുമോ? നിങ്ങൾക്കറിയാം, അതിൻ്റെ തൊട്ട് മുന്നേ എങ്ങനെയാണ് ഈ കൈമുണ്ടായത്? HCl അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസസിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടെയാണ് കുറച്ചെങ്കിലും ഡൈജഷൻ പ്രോസസ്സ് നടന്നത്. അതായത് പാർഷ്യലി ഡൈജസ്റ്റഡ് പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടായത് എങ്ങനെയാണ്? നമ്മളുടെ
ലൈക്ക് ബോഡിയിലുള്ള HCl-ഉം അതുപോലെ ഗ്യാസ്ട്രിക് ജ്യൂസസൊക്കെ വെച്ചിട്ടാണ് പാർഷ്യൽ ഡൈജഷൻ നടന്നത്. അങ്ങനെയാണ് നമുക്ക് കൈമ കിട്ടിയത്. ഇനി അത് സ്റ്റൊമക്കിൽ നിന്നും നമ്മൾ ഡയോഡിനത്തിലോട്ട് എത്തിച്ചു കൈമ. അത് മാത്രം ഉണ്ടായാൽ അവിടെ വീണ്ടും ഫർദർ ഡൈജഷൻ പ്രോസസ്സ് നടക്കുമോ? ഇല്ല. സോ അവിടെ വീണ്ടും ആര് വരികയാണ്? നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗോൾ ബ്ലാഡറിൽ ഉണ്ടായിരുന്ന ബൈൽ വന്നു, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസസ് വന്നു. ഇവരുടെ ഹെൽപ്പോട് കൂടെ ആ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ്, ദാറ്റ് ഈസ് ദ കൈം, വീണ്ടും ഡൈജഷൻ പ്രോസസ്സിലൂടെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് പിന്നീട് ഇൻറ്റസ്റ്റൈനിലോട്ട് പോകും. അപ്പോൾ വീണ്ടും അവിടെ ആര് ബാക്കിയുണ്ടാവും? കുറച്ചും കൂടെ അൺഡൈജസ്റ്റഡ് സോളിഡ് പാർട്ടിക്കിൾസ് ബാക്കിയുണ്ടാവും. സോ ഇവരെന്ത് ചെയ്യും? വേസ്റ്റായിട്ട് റിമൂവ് ഔട്ട് ചെയ്യും. എങ്ങനെ? രക്തത്തിലൂടെ ക്ലോയാക്ക വഴി റിമൂവ് ചെയ്യും. ഓക്കെ, രക്തത്തിലൂടെ ക്ലോയാക്ക വഴി ഔട്ട്സൈഡ് ടു ദ ബോഡി റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? സോ ഇവിടെ മറ്റൊരു സെക്രീഷനും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് സ്റ്റൊമക്ക് വാൾ. സ്റ്റൊമക്ക് വാളിൽ നിന്നുമാണ് മക്കളെ എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് ജ്യൂസസും സെക്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ പറയുന്ന ഡൈജസ്റ്റഡ് ഫുഡ് ഉണ്ടല്ലോ, ലൈക്ക് നമ്മൾ പറഞ്ഞു ഡിയോഡിനത്തിൽ ബൈൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസസ് വരുന്നുണ്ടെന്ന്. ഇവരൊന്നും വെറുതെ അല്ല, ഇവരൊക്കെ ഡൈജഷൻ പ്രോസസ്സിന് വരുന്നതെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നത് ബൈലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതും പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ബൈലിൻ്റെ ഫംഗ്ഷൻ അവിടെ ഫാറ്റിനെ എമൾസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. മറ്റേയാളുടെ ഫംഗ്ഷൻ അവിടുത്തെ കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീൻസിനെയും എന്ത് ചെയ്യുക? ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഡൈജസ്റ്റഡ് ഫുഡ് കിട്ടും. ആ ഡൈജസ്റ്റഡ് ഫുഡിൽ തന്നെ വീണ്ടും അൺഡൈജസ്റ്റഡ് സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, അവരെ എന്ത് ചെയ്യും? എലിമിനേറ്റ് ഔട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു നൗ. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സിസ്റ്റം പഠിക്കാം, ആൻഡ് ദാറ്റ് ഈസ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നൗ വി ആർ മൂവിങ് ടു ദ റെസ്പിറേറ്ററി സിസ്റ്റം. ഇത് ഏതാണ് മക്കളെ? ഈ ഒരു പാരഗ്രാഫ് ഏതാണ്? റെസ്പിറേറ്ററി സിസ്റ്റമാണ് പറയാൻ പോകുന്നത്. സി, നമ്മൾ ഫ്രോഗിനെ പറ്റിയിട്ട് പറഞ്ഞ സമയത്ത് ഇതിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ കംപ്ലീറ്റ് വാട്ടറിനെ ഡ്രിങ്ക് ഔട്ട് ചെയ്യുന്നില്ല, പകരം സ്കിന്നിലൂടെ അബ്സോർബ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി, സ്കിന്നിലൂടെ ഈ ഫ്രോഗ്സിന് റെസ്പിറേഷൻ പ്രോസസ്സും കൂടെ നടക്കും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? സോ ഫ്രോഗ്സ് റെസ്പയർ ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ ബൈ 2 ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ലാൻഡിലും ജീവിക്കുന്നവരാണ്, വാട്ടറിലും ജീവിക്കുന്നവരാണ്. സോ ഇവർക്ക് 2 മെത്തേഡ്സ് ഉണ്ട് റെസ്പിറേഷന് വേണ്ടിയിട്ട്. വാട്ടറിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്കിന്നാണ് അക്വാട്ടിക് റെസ്പിറേറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഫ്രോഗിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ലാൻഡിലും ഉണ്ട് വാട്ടറിലും ഇവർ ജീവിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? സോ വാട്ടറിൻ്റെ കേസിൽ അക്വാട്ടിക് റെസ്പിറേറ്ററി ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റണം, ദാറ്റ് ഈസ് സ്കിൻ. സ്കിന്നാണ് മക്കളെ ഫ്രോഗിൻ്റെ അക്വാട്ടിക് റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ സ്കിന്ന് വെച്ചിട്ടുള്ള റെസ്പിറേഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേരാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. എന്താണ് മക്കളെ വിളിക്കുക? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ക്ലിയർ ആയോ? ക്ലിയർ ആണോ മക്കളെ? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രോഗ്സ് സ്കിന്ന് വെച്ചിട്ടാണ് റെസ്പയർ ചെയ്യുന്നത്. സോ അതിനെ വിളിക്കുന്ന പേരാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. എവിടെയാണ് ഇവർ സ്കിൻ വെച്ചിട്ട് റെസ്പയർ ചെയ്യുന്നത്? അക്വാട്ടിക് കണ്ടീഷനിൽ. അക്വാട്ടിക് റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് ഫ്രോഗ് സ്കിൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? സോ വാട്ടറിൽ ആക്ച്വലി ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടാവും. ഓക്കെ, വാട്ടറിൽ എന്തുണ്ടാവും? ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടാകും. അത് ഈ സ്കിന്ന് വഴി എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. സ്കിന്ന് വഴി ഡിസോൾവ്ഡ് ഓക്സിജൻ ഈ ഫ്രോഗ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഡിഫ്യൂഷൻ. എന്താണ് വിളിക്കുന്നത്? ഡിഫ്യൂഷൻ. ക്ലിയർ ആയോ? സ്കിന്ന് വഴി ഡിസോൾവ്ഡ് ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിഫ്യൂഷൻ എന്നാണ്. സോ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദ വാട്ടർ ഈസ് എക്സ്ചേഞ്ച്ഡ് ത്രൂ ദ സ്കിൻ ബൈ ദ ഡിഫ്യൂഷൻ. ഓക്കെ, ഇതെവിടെയുള്ള കാര്യം പറയുന്നത്? അക്വാട്ടിക്കിൻ്റെ കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. അക്വാട്ടിക്കിലാവുമ്പോഴാണ് ഇവർ സ്കിന്ന് വെച്ച് റെസ്പയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഡിഫ്യൂഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. അതിനെ വിളിക്കുന്ന പേര് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ്. അതിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും ഇവർ ത്രൂ ദ സ്കിൻ. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? ഇറ്റ് ഈസ് നോൺ ആസ് ഡിഫ്യൂഷൻ. ക്ലിയർ ആണല്ലോ? ഇപ്പം നമ്മൾ അക്വാട്ടിക്കിൻ്റെ കണ്ടീഷൻ പറഞ്ഞു. അക്വാട്ടിക്കിൽ എങ്ങനെയാണ് റെസ്പയർ ചെയ്യുക എന്നുള്ളത്. ഇവർ ലാൻഡിലും ജീവിക്കുന്നവരല്ലേ? സോ ലാൻഡിൽ എങ്ങനെയാണ്? ദ ബക്കൽ ക്യാവിറ്റി, സ്കിൻ ആൻഡ് ലങ്സ് ആക്ട് ആസ് ദ റെസ്പിറേറ്ററി ഓർഗൻ. ലാൻഡിൽ 3 റെസ്പിറേറ്ററി ഓർഗൻ ഉണ്ട് മക്കളെ. ഏതൊക്കെയാണ്? ആദ്യം അക്വാട്ടിക് പറയാം. അക്വാട്ടിക്കിൽ നമുക്ക് ആകെ ഒരു റെസ്പിറേറ്ററി ഓർഗനേ ഉള്ളൂ, ദാറ്റ് ഇസ് സ്കിൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരെന്ത് വിളിക്കും?
ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയും. ഈ ഒരു കണ്ടീഷനെ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി അറ്റ് ദ സെയിം ടൈം ലാൻഡിലാണെന്നുണ്ടെങ്കിൽ 3 റെസ്പിറേറ്ററി ഓർഗൻസ് ആണ് പറയുന്നത്. ലാൻഡിലാണെന്നുണ്ടെങ്കിൽ 3 റെസ്പിറേറ്ററി ഓർഗൻസ് പറയുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ബക്കൽ ക്യാവിറ്റി. ഫസ്റ്റ് വൺ എന്താണ് മക്കളെ? ബക്കൽ ക്യാവിറ്റി. ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് സ്കിൻ. സെക്കൻഡ് വൺ ആണ് മക്കളെ സ്കിൻ. ദ തേർഡ് വൺ എന്ന് പറയുന്നത് ലങ്സ്. നമുക്കൊക്കെ ലങ്സ് അല്ലേ, അതുപോലെ തന്നെ ഇവർക്കും എന്തുണ്ട്? ലങ്സ് ഉണ്ട്. പക്ഷേ ഈ ബക്കൽ ക്യാവിറ്റിയും സ്കിന്നും ലങ്സും വെൻ ദേ ആർ ഇൻ ലാൻഡിലാവുന്ന കണ്ടീഷനിലാണ് ഇവർ റെസ്പിറേറ്ററി ഓർഗനായിട്ട് യൂസ് ചെയ്യുന്നത്. അക്വാട്ടിക്കിലോട്ട് ഇറങ്ങിയാൽ ഇതൊക്കെ എന്ത് ചെയ്യും? അങ്ങോട്ട് മാറ്റി നിർത്തുന്ന വെച്ചാൽ പൊസിഷൻ മാറ്റി നിർത്തല്ല ഉദ്ദേശിക്കുന്നത്. ആര് റെസ്പിറേറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും? സ്കിന്ന് റെസ്പിറേറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സോ റെസ്പിറേഷനിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഡൈജഷൻ നമ്മൾ തീർത്തു, റെസ്പിറേഷനിലോട്ട് മൂവ് ഓൺ ചെയ്തു. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ റെസ്പിറേഷൻ ബൈ ലങ്സ് ഇസ് കോൾഡ് പൾമണറി റെസ്പിറേഷൻ. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്തേനു മക്കളെ? എന്തായിരുന്നു ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ? സ്കിൻ ത്രൂ ഉള്ള റെസ്പിറേഷൻ ആണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, ദാറ്റ് ഈസ് അക്വാട്ടിക്കിൽ. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ത്രൂ ബക്കൽ ക്യാവിറ്റി ആവാം, ലങ്സ് ആവാം, അതുപോലെ തന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ, മറ്റേത് എന്തായിരുന്നു മക്കളെ? സ്കിൻ ആവാം. ബക്കൽ ക്യാവിറ്റി ആവാം, സ്കിൻ ആവാം, ലങ്സ് ആവാം. ഇതിൽ ലങ്സ് ത്രൂ ഉള്ള റെസ്പിറേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പൾമണറി റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. ലങ് ത്രൂ ഉള്ള റെസ്പിറേഷൻ എന്താണ് മക്കളെ വിളിക്കുന്നത്? പൾമണറി റെസ്പിറേഷൻ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? സോ ഇനി ലങ്സിനെ പറ്റിയിട്ട് പറയാണ്. ഇവരുടെ ലങ്സ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ലങ്സ് ആണ്. ഫ്രോഗ്സിൻ്റെ ലങ്സിൻ്റെ പ്രത്യേകത എന്താ മക്കളെ? ഇറ്റ് ഹാസ് എ പെയർ ഓഫ് ഇലോങ്ങേറ്റഡ് ലങ്സ്. ഇവരുടെ കളർ എന്താണ് ലങ്സിൻ്റെ? ദാറ്റ് ഈസ് പിങ്ക് കളേർഡ് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദി ട്രങ്ക് റീജിയൻ. അപ്പർ പാർട്ട് ഓഫ് ദ ട്രങ്ക് റീജിയൻ ആണല്ലോ തൊറാക്സ് എന്ന് പറയുന്നത്. ഈ തൊറാക്സിൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പിങ്ക് കളറാണ് മക്കളെ ഇവരുടെ ലങ്സ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ലങ് വഴിയുള്ള റെസ്പിറേഷൻ, ലങ് ത്രൂ റെസ്പിറേഷൻ എന്താണ് മക്കളെ നമ്മൾ പറയാം? എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ദാറ്റ് ഈസ് പൾമണറി റെസ്പിറേഷൻ. ക്ലിയർ? നമ്മൾ റെസ്പയർ ചെയ്യുന്നത് ത്രൂ ലങ്സ് ആണ്. സോ വി ഹാവ് പൾമണറി റെസ്പിറേഷൻ. സ്കിൻ ത്രൂ ആണെന്നുണ്ടെങ്കിൽ അത് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ്. ഫ്രോഗ്സിൽ സ്കിൻ ത്രൂ ഉള്ള റെസ്പിറേഷൻ എവിടെയാണ് മക്കളെ കാണുന്നത്? ഇൻ ദ അക്വാട്ടിക് റീജിയൻ. അക്വാട്ടിക്കിലാണ് സ്കിൻ ത്രൂ റെസ്പയർ ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? സോ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ പറഞ്ഞു, പൾമണറി റെസ്പിറേഷനും പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇവരുടെ ലങ്സിനെ പറ്റിയിട്ടായിരുന്നു. അതും നമ്മൾ ഏകദേശം തീർത്തിട്ടുണ്ട്. നമ്മൾ തൊറാക്സ് റീജിയനിൽ, അതായത് ട്രങ്കിൻ്റെ അപ്പർ റീജിയൻ എന്ന് പറയുമ്പം തൊറാക്സ് റീജിയൻ ആണ്. ഈ തൊറാക്സ് റീജിയനിൽ ആണ് ലങ്സ് കാണുന്നത്. ഇറ്റ് ഈസ് എ പെയർ ഓഫ് ഇലോങ്ങേറ്റഡ് ആൻഡ് പിങ്ക് കളേർഡ് വൺ. ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? സോ എയർ എൻറ്റേഴ്സ് ത്രൂ നോസ്ട്രിൽസ്. എയർ ഏതിലൂടെയാണ് എൻ്റർ ചെയ്യുക? ത്രൂ ദ നോസ്ട്രിൽസ്. എയർ ഏതിലൂടെയാണ് എൻ്റർ ചെയ്യുന്നത്? ത്രൂ ദ നോസ്ട്രിൽസ് ഇൻ ടു ദ ബക്കൽ ക്യാവിറ്റി. നോസ്ട്രിൽസിലൂടെ ബക്കൽ ക്യാവിറ്റിയിലോട്ടാണ് മക്കളെ എയർ എൻ്റർ ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് എഴുതി കാണിച്ചു തരാം. എയർ എവിടെ നിന്നും എവിടെയോട്ടാണ് എൻ്റർ ചെയ്യുന്നത് മക്കളെ? ദാറ്റ് ഈസ് ഫ്രം ദ നോസ്ട്രിൽസ്. Okay, that is from the nostrils. Clear ആണല്ലോ? So air enters through the nostrils into the buccal cavity and then into the lungs. Nostrils to buccal cavity and then to the lungs. Clear ആണോ മക്കളെ? എയറിൻ്റെ പാത്വേ മനസ്സിലായോ? ഫുഡ് പാത്വേ നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്ങനെയായിരുന്നു? മൗത്ത്, ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസ്, അത് കഴിഞ്ഞിട്ട് സ്റ്റൊമക്ക് ഉണ്ട്. പിന്നെന്തായിരുന്നു? സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ഇൻഡസ്റ്റൈൻ കഴിഞ്ഞിട്ട് റെക്ടം, ക്ലോയാക്ക. ഇവിടെ എയറിൻ്റെ പാത്വേ ആണ് പറയുന്നത്. ദാറ്റ് ഇസ് നോസ്ട്രിൽസ്, ബക്കൽ ക്യാവിറ്റി ആൻഡ് ദെൻ ലങ്സ്. ക്ലിയർ ആണോ? നോസ്ട്രിൽസ്, ബക്കൽ ക്യാവിറ്റി ആൻഡ് ദെൻ ടു ദ ലങ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ ലൈക്ക് വി ഹാവ് സെഡ് അബൌട്ട് ദ എയ്സ്റ്റിവേഷൻ അല്ലെങ്കിൽ സമ്മർ സ്ലീപ്പ് ആൻഡ് വിൻ്റർ സ്ലീപ്പ്, റൈറ്റ്? എയ്സ്റ്റിവേഷനും ഹൈബർനേഷനും ഫ്രോഗിൻ്റെ കേസിൽ പറഞ്ഞതായിരുന്നു. ദാറ്റ് ഈസ് എയ്സ്റ്റിവേഷൻ എന്ന് പറയുമ്പം സമ്മർ സ്ലീപ്പാണെന്നും ഹൈബർനേഷൻ എന്ന് പറയുന്നത് വിൻ്റർ സ്ലീപ്പാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഹൈബർനേഷൻ്റെ സമയത്താണെങ്കിലും എയ്സ്റ്റിവേഷൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുക, ഇവരുടെ റെസ്പിറേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് പ്രോസസ്സ് നടക്കുന്നത് സ്കിന്നിലൂടെ ആയിരിക്കും. അപ്പം സ്കിന്നിലൂടെ 2 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ആക്ച്വലി 3 സ്ഥലങ്ങളിലും സ്കിൻ ആക്ട് ആസ് എ റെസ്പിറേറ്ററി ഓർഗൻ.
അക്വാട്ടിക് റീജിയനിൽ സ്കിന്ന് മാത്രമാണ് റെസ്പിറേറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത്. ലാൻഡ് കേസിൽ വരുന്ന സമയത്ത്, അക്വാട്ടിക് അല്ലാത്ത റീജിയനിൽ വരുന്ന സമയത്ത് ബക്കൽ ക്യാവിറ്റിയും സ്കിന്നും ലങ്സും ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ ലങ്സ് ആകുമ്പം പൾമണറി റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. ആക്ച്വലി ഇവിടെ ബക്കൽ ക്യാവിറ്റിയും ആക്ട് ചെയ്യുന്നുണ്ട്, സ്കിന്നും ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഹൈബർനേഷൻ അല്ലെങ്കിൽ എയ്സ്റ്റിവേഷൻ്റെ സമയത്ത് എന്ന് വെച്ചാൽ ഇവരുടെ പ്രൊട്ടക്റ്റീവ് പീരീഡിൽ അവിടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് സ്കിന്നാണ്. ദാറ്റ് മീൻസ് സ്കിന്ന് മൂന്നിലും കോമൺ ആയിട്ടുണ്ട്. ഫ്രോഗിൻ്റെ കേസിൽ മെയിൻലി റെസ്പിറേറ്ററി പ്രോസസ്സ് നടക്കുന്നത് മൂന്നിലും കോമൺ ആയിട്ട് കാണുന്നത് ഏതിലാണ് മക്കളെ? സ്കിന്നിലാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ ഇതോടുകൂടെ നമ്മളുടെ എന്തും തീർന്നു? റെസ്പിറേറ്ററി ഓർഗൻ സിസ്റ്റവും കഴിഞ്ഞിട്ടുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം ക്ലിയർ ആണല്ലോ? ഈസി അല്ലേ മക്കളെ പഠിക്കാൻ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഞാൻ വീണ്ടും ഒന്നും കൂടെ റിവൈസ് ചെയ്ത് തരാം. അക്വാട്ടിക് റീജിയനിലാകുമ്പം സ്കിന്നാണ് അവിടെ റെസ്പിറേഷന് സഹായിക്കുന്നത്. സോ അതിനെ നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ലാൻഡ് റീജിയൻക്ക് വരുന്ന സമയത്ത് 3 റെസ്പിറേറ്ററി ഓർഗൻ ഉണ്ട്. ബക്കൽ ക്യാവിറ്റി ഉണ്ട്, സ്കിന്നും ഉണ്ട്, ലങ്ങും ഉണ്ട്. ലങ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൾമണറി റെസ്പിറേഷൻ എന്ന് പറയും. സ്കിന്നാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണെന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് പറയുന്നത് ഹൈബർനേഷൻ്റെ സമയത്തും എയ്സ്റ്റിവേഷൻ്റെ സമയത്തും ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് മക്കളെ നടക്കുന്നത്? അതും സ്കിന്നിലൂടെയാണ് നടക്കുന്നത്. ദെൻ പാത്വേ ഓഫ് ദ എയർ എങ്ങനെയാണ്? നോസ്ട്രിൽസ്, ബക്കൽ ക്യാവിറ്റി, ലങ്സ്. നോസ്ട്രിൽസ്, ബക്കൽ ക്യാവിറ്റി, ലങ്സ്, ഇതാണ് പാത്വേ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. പിന്നെ ലങ്സിൻ്റെ ക്യാരിയും. ലങ്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രങ്കിലാണ് ഇത് കാണുന്നത് എന്നുള്ളത്. ഓക്കെ, ട്രങ്കിൻ്റെ ലോവർ പോർഷനാണ് അപ്പർ പോർഷനാണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പം സ്റ്റേറ്റ്മെൻറ്റിൽ കൺഫ്യൂസ്ഡ് ആക്കാം. സോ ശ്രദ്ധിക്കുക, ട്രങ്കിൻ്റെ അപ്പർ പോർഷനിലാണ് മക്കളെ കാണുന്നത്. ദാറ്റ് മീൻസ് തൊറാക്സിലാണ് കാണുന്നത്. ഓക്കെ, തൊറാക്സിൽ ഇലോങ്ങേറ്റഡ് പെയർ ആയിട്ടുള്ള പിങ്ക് കളേർഡ് ആയിട്ടുള്ള ആളാണ് ലങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? സോ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തു, നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റവും കംപ്ലീറ്റ് ചെയ്തു. നൗ വി ആർ മൂവിങ് ഫോർ ദ വാസ്കുലാർ സിസ്റ്റം. എന്താണ് മക്കളെ? വാസ്കുലാർ സിസ്റ്റം. സി, ഒരു ഫ്രോഗിൻ്റെ വാസ്കുലാർ സിസ്റ്റം ആക്ച്വലി ഇറ്റ് ഈസ് വെൽ ഡെവലപ്ഡ് വൺ. ഓക്കെ, ഇറ്റ് ഈസ് എ വെൽ ഡെവലപ്ഡ് സിസ്റ്റം. ആൻഡ് ബിക്കോസ് അതെന്താണ് വെൽ ഡെവലപ്ഡ് എന്ന് പറയാൻ കാരണം, എപ്പോഴാണ് നമ്മളൊരു വാസ്കുലാർ സിസ്റ്റം വെൽ ഡെവലപ്ഡ് ആണെന്ന് പറയാം? അത് ക്ലോസ്ഡ് ടൈപ്പ് ആകുമ്പോഴല്ലേ? ഓപ്പൺ ടൈപ്പ് ആകുമ്പോഴല്ലേ നമ്മൾ സൈനസസ് രൂപത്തിൽ ലൈക്ക് ബ്ലഡ് ഇസ് ബാത്ത് ത്രൂ ഔട്ട്, ആ സെൽസും ടിഷ്യൂസും ഒക്കെ ബ്ലഡിൽ ബാത്ത് ഔട്ട് ചെയ്യപ്പോഴാണ് ഓപ്പൺ ടൈപ്പ് വാസ്കുലാർ സിസ്റ്റം ആകുമ്പോഴാണ്. ക്ലോസ്ഡ് ടൈപ്പ് ആകുമ്പം ഈച്ച് ആൻഡ് എവറി ഏതൊക്കെ ന്യൂക്ലിയോട്ട് പോകണം എന്നുള്ളതിന് ഒരു കറക്റ്റ് പാത്വേ ഉണ്ടാകും. വെയിൻസ് ആയിട്ടും ആർട്ടറീസ് ആയിട്ടും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഹ്യൂമൻ്റെ കേസിൽ പഠിച്ചതാണ്. ക്ലിയർ അല്ലേ മക്കളെ? സോ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രോഗ്സിൻ്റെ കേസിൽ ആക്ച്വലി വാസ്കുലാർ സിസ്റ്റം ഇസ് വെൽ ഡെവലപ്ഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ക്ലോസ്ഡ് ടൈപ്പ്. ഓക്കെ, ക്ലോസ്ഡ് ടൈപ്പ് വാസ്കുലാർ സിസ്റ്റമാണ് മക്കളെ ആർക്ക് കാണുന്നത്? ഫ്രോഗിന് കാണുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സോ ഫ്രോഗ്സ് ഹാവ് എ ലിംഫാറ്റിക് സിസ്റ്റം ഓൾസോ. ഫ്രോഗ്സിന് എന്തുണ്ട്? ഒരു ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്. ദ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ഇൻവോൾവ്സ്. ഈ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിൽ ആരൊക്കെയാണുള്ളതെന്നാണ് അടുത്ത് പറയുന്നത്. നേരത്തെ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ച സമയത്ത് അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഡൈജസ്റ്റീവ് ഗ്ലാൻസും അലിമെൻ്ററി കനാൽസുമാണ് ഉണ്ടായിരുന്നത്. ക്ലിയർ? അതുപോലെ വാസ്കുലാർ സിസ്റ്റം പഠിക്കുമ്പം അതിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? സോ ദ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ഇൻവോൾവ്സ് ഹാർട്ട്, ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലഡ്. ആരൊക്കെയാണ്? ഹാർട്ട് ഉണ്ടാവണം, ബ്ലഡ് വെസൽസ് ഉണ്ടാവണം, ബ്ലഡ് ഉണ്ടാവണം. ഈ ബ്ലഡ് വെസൽസ് ഉള്ളതുകൊണ്ടല്ലേ മക്കളെ ഇതൊരു ക്ലോസ്ഡ് ടൈപ്പ് ആയത്? ബ്ലഡ് വെസൽസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഓപ്പൺ ടൈപ്പ് അല്ലേ ആവുക? ഒരു പെർട്ടിക്കുലർ ഡിറക്ഷനൊന്നും ഇല്ലാതെ, പെർട്ടിക്കുലർ ഡെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു ബോഡി പാർട്ട് ബാത്ത് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ബ്ലഡിൽ. ബട്ട് ഇവർക്ക് എന്തുണ്ട്? ഹാർട്ട് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ബ്ലഡ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസ് ഉള്ളതുകൊണ്ടാണ് ഇവർ ക്ലോസ്ഡ് ടൈപ്പായി മാറിയത്. Okay, so the blood vascular system involves heart, blood vessels and blood. The lymphatic system consists of, in lymphatic system ആരാണുള്ളത് എന്നതാണ്. See, blood system മാത്രമല്ല, അല്ലെങ്കിൽ വാസ്കുലാർ സിസ്റ്റം മാത്രമല്ല ഉള്ളത്. ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം മാത്രമല്ല ഫ്രോഗ്സിനുള്ളത്, ഇവർക്കൊരു ലിംഫാറ്റിക് സിസ്റ്റം കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതും ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ട് എന്നതുമാണ്. സോ ലിംഫാറ്റിക് സിസ്റ്റത്തിലുള്ള ആളുകളാണ് മക്കളെ, ദാറ്റ് ഈസ് ലിംഫ് ചാനൽസ് ആൻഡ് ലിംഫ് നോഡ്സ്. ആരൊക്കെയുണ്ട്? ലിംഫ് ചാനൽസ് ആൻഡ് ലിംഫ് നോഡ്സ്. ക്ലിയർ ആണോ? ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിൽ 3 പേരായിരുന്നു, ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ബ്ലഡ്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുമ്പം ലിംഫ് ഉണ്ട്, ലിംഫ് ചാനൽസ് ഉണ്ട്, ലിംഫ് നോഡ്സ് ഉണ്ട്. അവിടെ 3 പേരാണ്. നമ്മളുടെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിലും 3 പേര് തന്നെയാണ് വരുന്നത്. ക്ലിയർ ആണോ?
Okay അല്ലേ മക്കളെ? So now we are learning about the vascular system and the main organ എന്താണ് അവിടുത്തെ? ഹാർട്ട് അല്ലേ? ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിൽ മെയിൻ ആളാരാണ്? ഹാർട്ടും ബ്ലഡ് വെസൽസും ബ്ലഡും ആണ്. സോ വി ആർ ലേണിംഗ് അബൌട്ട് ദ ഹാർട്ട്. മക്കളെ, ഈ ഫ്രോഗിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മസ്കുലാർ ഹാർട്ട്. ഫ്രോഗിന്റെ ഹാർട്ട് എങ്ങനെയാണ്? ദേ ആർ മസ്കുലാർ. ക്ലിയർ ആണോ? ഹാർട്ട് ഈസ് മസ്കുലാർ സ്ട്രക്ചർ സിറ്റുവേറ്റഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ക്യാവിറ്റി. ഈ അപ്പർ പാർട്ട് ലോവർ പാർട്ട് എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസിൽ കൺഫ്യൂഷൻ ആവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന അപ്പർ പാർട്ടും അതുപോലെ തന്നെ ലോവർ പാർട്ട് എന്നൊക്കെ പറയുന്നത്. സോ ഹാർട്ട് ഇവിടെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റിയുടെ അപ്പർ പാർട്ടിലായിട്ടാണ് മസ്കുലാർ ഹാർട്ട് കാണുന്നത്. ഹാർട്ട് എന്താണ്? മസ്കുലാർ ആണ്. ആൻഡ് ഇവരെവിടെ മക്കളെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? ബോഡി ക്യാവിറ്റിയുടെ അപ്പർ പാർട്ടിലായിട്ട് തന്നെയാണ് കാണുന്നത്. ഫ്രോഗ്സിന് 3 ചേമ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ആംഫിബിയൻസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതല്ലേ, ഫ്രോഗ്സിന് എത്ര ചേംബർ ആണുള്ളത്? 3 ചേംബർ ആണുള്ളത്. 2 അട്രിയയും 1 വെൻട്രിക്കിളും. ഇതൊക്കെ നമ്മൾ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ആംഫിബിയൻസിൽ, ആംഫിബിയ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ചേംബേർഡ് ആണ്. ഇങ്ങനെ 3 ചേംബേർഡ് ആണെന്ന് മാത്രമല്ല അതിൽ 2 അട്രിയയും 1 വെൻട്രിക്കിളും ആണ് ഉണ്ടാവാമെന്നും പറഞ്ഞിട്ടുണ്ട്. എത്ര പേർക്ക് ഓർമ്മയുണ്ട് മക്കളെ? സോ ഇറ്റ് ഹാസ് 3 ചേംബേഴ്സ്, ദാറ്റ് ഈസ് 2 atria and 1 ventricle. സോ ഈ ഹാർട്ടിനെ അല്ലെങ്കിൽ അതിൻ്റെ ചേംബേഴ്സിനെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു കവറിങ് മെംബ്രെയിൻ ഉണ്ടല്ലോ, ആ കവറിങ് മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് മക്കളെ പെരികാർഡിയം. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ ഹാർട്ടിനെ കവർ ചെയ്യുന്ന മെംബ്രെയിനെ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് പെരികാർഡിയം. എന്താണ് മക്കളെ? പെരികാർഡിയം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എക്സാമിന് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഹാർട്ടിൻ്റെ കവറിങ് മെംബ്രെയിൻ ഏതാണ്? ദാറ്റ് ഈസ് പെരികാർഡിയം. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ഇനി നമ്മൾ പഠിക്കുന്നത് ഫ്രോഗിൻ്റെ ഹാർട്ടാണെന്നുള്ളത് നല്ല ഓർമ്മ വേണം. നമ്മളുടെ ഹ്യൂമൻ ബോഡിയുടെ ഹാർട്ടല്ല പഠിക്കുന്നത്. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോരോ കാര്യങ്ങളും നിങ്ങൾ ഓരോരോ പോയിൻറ്റ്സ് ആക്കി തന്നെ നോട്ട് ചെയ്യണം. ഈ പറയുന്ന ഫ്രോഗിൻ്റെ ഹാർട്ടിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ് അവർക്ക് എന്ത് പ്രസൻ്റ് ആയിരിക്കും? ഒരു ട്രയാങ്കുലർ സ്ട്രക്ചർ പ്രസൻ്റ് ആണ്. ആൻഡ് ആ ഒരു ട്രയാങ്കുലർ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സൈനസ് വീനോസസ്. എന്താണ്? സൈനസ് വീനോസസ്. ഈ സൈനസ് വീനോസസ് റൈറ്റ് അട്രിയത്തിന് ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഒന്നും കൂടെ പറയാണ്, ട്രയാങ്കുലർ സ്ട്രക്ചർ പ്രസൻ്റ് ആണ്. ആ ട്രയാങ്കുലർ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സൈനസ് വീനോസസ്. ഈ സൈനസ് വീനോസസ് ഇവരുടെ റൈറ്റ് അട്രിയത്തിന് ജോയിൻ ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ആൻഡ് ഇറ്റ് റിസീവ്സ് എ ബ്ലഡ് ത്രൂ ദ മേജർ വെയിൻസ് കോൾഡ് വീന കവ. അതിലൊന്നും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, അതൊക്കെ നമ്മളുമായിട്ട് കമ്പയറബിൾ അല്ലേ? വീന കവ എന്ന് പറയുന്ന ബ്ലഡ് വെസലിലൂടെയല്ലേ മക്കളെ, മേജർ വെയിനിലൂടെയല്ലേ മക്കളെ ഇവർ ബ്ലഡ്സിനെ accept ചെയ്യുന്നത്. So it receives the blood through the major veins called vena cava. The ventricles open into the sac. ഇനി ventricles എന്ത് ചെയ്യാണ്? ഒരു സാക്കിലോട്ട് ഓപ്പൺ ചെയ്യാണ്. That is conus arteriosus on the ventral side of the heart. സോ മക്കളെ, ഈ ഒരു ലൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കേൾക്കാത്ത 2 വേർഡാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഇസ് സൈനസ് ആർട്ടോറിസ്, സൈനസ് വീനോസസും അതുപോലെ തന്നെ കോണസ് ആർട്ടീരിയോസസും. ഏതൊക്കെയാണ് മക്കളെ ആ വേർഡ് എന്ന് പറയുന്നത്? ദ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ദാറ്റ് ഇസ് സൈനസ് വീനോസസ്, അതുപോലെ തന്നെ നമ്മളുടെ കോണസ് ആർട്ടീരിയോസസ്. ക്ലിയർ ആണോ മക്കളെ? ഈ 2 വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫ്രോഗ്സിൻ്റെ കേസിൽ ഈ സൈനസ് വീനോസസ് എന്ന് പറയുന്നത് റൈറ്റ് അട്രിയത്തിനെയാണ് ജോയിൻ ചെയ്യുന്നത്. റൈറ്റ് അട്രിയത്തിനെയാണ് സൈനസ് വീനോസസ് ജോയിൻ ചെയ്യുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ജോയിൻസ് ദ റൈറ്റ് അട്രിയം. അറ്റ് ദ സെയിം ടൈം ഇവർ ബ്ലഡ് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ? ത്രൂ ദ ബ്ലഡ് വെസൽ. ബ്ലഡ് റിസീവ് ചെയ്യുന്നത് ബ്ലഡ് വെസൽസിലൂടെയാണ്. ദാറ്റ് ഇസ് ദ മേജർ വെയിനിലൂടെയാണ്. ആ മേജർ വെയിനെ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഇസ് വീന കവ. മേജർ വെയിൻ എന്താണ് മക്കളെ? ദാറ്റ് ഇസ് ദ വീന കവ. ആൻഡ് സി ദ വെൻട്രിക്കിൾസ് ഓപ്പൺ ഇൻ ടു എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വെൻട്രിക്കിൾ എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്? ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിലോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ കോണസ് ആർട്ടീരിയോസസ്. ക്ലിയർ ആണോ? കോണസ് ആർട്ടീരിയോസസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. കോണസ് ആർട്ടീരിയോസസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? വെൻട്രൽ സൈഡ് ഓഫ് ദി ഹാർട്ട്. ഹാർട്ടിൻ്റെ വെൻട്രൽ സൈഡിലായിട്ടാണ് കോണസ് ആർട്ടീരിയോസസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്.
ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, സൈനസ് വീനോസിസും കോണസ് ആർട്ടീരിയോസിസും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വാക്കുകളാണ്. സോ കോണസ് ആർട്ടീരിയോസിസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഹാർട്ടിൻ്റെ വെൻട്രൽ സൈഡിലാണ്. ക്ലിയർ ആണോ? ഹാർട്ടിൻ്റെ വെൻട്രൽ സൈഡിലായിട്ടാണ് ഈ കോണസ് ആർട്ടീരിയോസിസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. And the blood from heart is carried to all parts of the body by the arteries or the arterial system. ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് ബോഡി പാർട്സിലോട്ട് കൊണ്ടുപോകുന്നത് ആരാണ് മക്കളെ? ആർട്ടീരിയൽ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ആർട്ടറീസ് ആണ്. മനസ്സിലായോ? ഇവരെ ബ്ലഡ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീനക്കാവേണ്ട ആ ബ്ലഡിനെ ഹാർട്ടിൽ നിന്നും അവരുടെ ബോഡി പാർട്സിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആർട്ടീരിയൽ സിസ്റ്റം ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് ഹാർട്ട് ഫോർമേഷൻ ആണെന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറഞ്ഞത്? കാരണം ഇവർക്കൊരു റൈറ്റ് പാത്വേ ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെന്ത് പറയുന്നത്? ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ബ്ലഡിനെ റിസീവ് ചെയ്യുന്നത് മേജർ വെയിനിലൂടെയാണ്, ആൻഡ് ദാറ്റ് ഇസ് വീന കവ. ഇനി ബ്ലഡിനെ തിരിച്ച് നമ്മളുടെ ബോഡിയിലോട്ട് ഫുൾ ട്രാൻസ്ഫർ ചെയ്യണ്ടേ, ബോഡിയിലോട്ട് കൊടുക്കണ്ടേ, ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ? അത് ഏതിലൂടെയാണ്? ആർട്ടറിയിലൂടെയാണ്, അഥവാ ആർട്ടീരിയൽ സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത്. ക്ലിയർ ആയോ മക്കളെ? Alright, so the blood from the heart is carried to all part of the body by the arteries, that is the arterial systems, and the veins collect. Vein എന്ന് പറയുമ്പോൾ മേജർ വെയിൻ നോക്കുക. മേജർ വെയിൻ എന്തായിരുന്നു? മേലെ പറഞ്ഞ ദാറ്റ് ഇസ് ദ വീന കവ. അതായിരുന്നു ബ്ലഡിനെ റിസീവ് ചെയ്തിരുന്നത്. അത് തന്നെ ഇവിടെ പറയുന്നത്. ദ വെയിൻസ് കളക്ട് ദ ബ്ലഡ്. വെയിൻസ് എന്താ ചെയ്യുന്നത്? ബ്ലഡിനെ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അവരുടെ ബോഡിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ബ്ലഡിനെ റിസീവ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലഡിനെ കളക്ട് ചെയ്യുന്നത് ആരാണ്? മേജർ വെയിൻസ് ആണ്. ആൻഡ് എന്നിട്ട് ആർക്ക് കൊടുക്കും? ഹാർട്ടിലോട്ട് കൊടുക്കും. ക്ലിയർ? നോക്കുക, ബോഡി പാർട്സിൽ നിന്നും എന്ത് ചെയ്യണം? ഹാർട്ടിലോട്ട് ആദ്യം ബ്ലഡ് കൊടുക്കണം, എന്നിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്യും. പ്യൂരിഫൈ ചെയ്തിട്ട് വീണ്ടും അത് എവിടേക്ക് കൊടുക്കണം? ബോഡി പാർട്സിലോട്ട് കൊടുക്കണം. ബോഡി പാർട്സിൽ നിന്നും ഹാർട്ടിലോട്ട് ബ്ലഡിന് എടുക്കുന്നത് ആരാണ് മക്കളെ? വെയിൻസ് ആണെങ്കിൽ ഹാർട്ടിൽ നിന്നും തിരിച്ചത് ബോഡി പാർട്സിലോട്ട് കൊടുക്കുന്നത് ആരായിരിക്കും? ആർട്ടറീസ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത് ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കുക, നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ സൈഡിലായിട്ട് എഴുതി വയ്ക്കുക. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉപകാരം മനസ്സിലാവും. ഓക്കെ, ഇപ്പം നമുക്കെല്ലാം ഈസി ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ വരുമ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സൈഡിലുണ്ടായിരിക്കണം. ക്ലിയർ ആണോ മക്കളെ? സോ ദ വെയിൻസ് കളക്ട് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട് ആൻഡ് ഫ്രം ദ വീനസ് സിസ്റ്റം, ആൻഡ് ഇറ്റ് ഫോംസ് ദ വീനസ് സിസ്റ്റം. ഞാൻ പറഞ്ഞു ഹാർട്ടിലേക്ക് ബ്ലഡിനെ കൊണ്ടുവരണം. ഇങ്ങനെ ഹാർട്ടിലോട്ട് ബ്ലഡിനെ കൊണ്ടുവരുന്നത് വെയിൻസ് ആണെന്ന് പറഞ്ഞു. അതാണ് വീനസ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവിടെ വീനസ് സിസ്റ്റം ഫോം ചെയ്യുന്നത്. ഇനി ഹാർട്ടിൽ നിന്നും ബോഡി പാർട്സിലോട്ട് കൊണ്ടുപോകുന്നത് ആരാണ് മക്കളെ? ആർട്ടീരിയൽ സിസ്റ്റമാണ്, ആർട്ടറീസ് ആണ്. അത് ആർട്ടീരിയൽ സിസ്റ്റം ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മേലെ. ക്ലിയർ ആണല്ലോ? സോ സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ദ ലിവർ ആൻഡ് ഇൻറ്റസ്റ്റൈൻ ആസ് വെൽ ആസ് ദ കിഡ്നി ആൻഡ് ലോവർ പാർട്സ് ഓഫ് ദ ബോഡി ആർ പ്രസൻറ്റ് ഇൻ ഫ്രോഗ്സ്. ഇനി ഫ്രോഗ്സിൽ ഈ പറയുന്ന വീനസ് കണക്ഷൻസ്, ഇപ്പോൾ ലിവറിൻ്റെയും ഇൻറ്റസ്റ്റൈനും ഇടയ്ക്ക് ഒരു വീനസ് കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കിഡ്നിക്കും ലോവർ പാർട്ടിനും ഇടയ്ക്കൊരു വീനസ് കണക്ഷൻ ഉണ്ട്. ക്ലിയർ? ഇങ്ങനെ ലിവറിനും ഇൻറ്റസ്റ്റൈനും ഇടയ്ക്കുള്ള വീനസ് കണക്ഷനെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ലിവറിനും ഇൻറ്റസ്റ്റൈനും ഇടയ്ക്ക് ഫ്രോഗിൽ കാണുന്ന വീനസ് കണക്ഷനാണ് മക്കളെ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? സോ രണ്ട് പോർട്ടൽ സിസ്റ്റംസ് നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഉണ്ട്, റീനൽ പോർട്ടൽ സിസ്റ്റം ഉണ്ട്. ഞാൻ എപ്പോഴും മക്കളോട് പറയുന്നതാണ്, ഈ റീനൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കിഡ്നി, റൈറ്റ്? റീനൽ ട്യൂബ്യൂൾസ് ഒക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റീനൽ ട്യൂബ്യൂൾസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? സോ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. എക്സ്ക്രീഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. സി, കിഡ്നിയുമായിട്ട് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ കിഡ്നിയും ലോവർ പാർട്സും തമ്മിലുള്ള വീനസ് കണക്ഷൻ, അതിനെ റീനൽ പോർട്ടൽ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എന്തൊക്കെയാണ് നമ്മളുടെ ഹാർട്ടും, ഹാർട്ടിൻ്റെ തന്നെ വീനസ് കണക്ഷൻസ് ഇഫ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ ലിവർ ആൻഡ് ഇൻറ്റസ്റ്റൈൻ, ലിവറിനും ഇൻറ്റസ്റ്റൈനും ഇടയ്ക്കുള്ള വീനസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേര് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്നുള്ളതും, അതുപോലെ തന്നെ കിഡ്നിയും ലോവർ പാർട്സും തമ്മിലുള്ള കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ വിളിക്കുന്നത് റീനൽ പോർട്ടൽ സിസ്റ്റം എന്നുമാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ സെപ്പറേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തെന്ന് മാർക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത്, വി ആർ ലേണിംഗ് അബൌട്ട് ദ വാസ്കുലർ സിസ്റ്റം, റൈറ്റ്? വാസ്കുലർ സിസ്റ്റത്തിൽ കംപ്ലീറ്റ്ലി ബ്ലഡ്, അബൌട്ട് ഹാർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ ഇതിൽ പറയുന്നത്. സോ ഇനി ഫ്രോഗിൻ്റെ ബ്ലഡിൽ ആരൊക്കെയുള്ളതെന്ന് അറിയണ്ടേ മക്കളെ? ഫ്രോഗിൻ്റെ ബ്ലഡ് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഓഫ് പ്ലാസ്മ ആൻഡ് സെൽസ്. അവരിൽ പ്ലാസ്മയുണ്ട്, അതുപോലെ തന്നെ സെൽസും ഉണ്ട്.
with plasma and cells. It is composed of plasma and cells. And the blood cells are RBC or erythrocytes. Erythrocytes എന്നല്ലേ RBC. സോ ഇവരുടെ ബ്ലഡ് സെൽസിൽ ആരൊക്കെയുള്ളത് നോക്കാലോ. പ്ലാസ്മയുണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഫ്രോഗിന്. ഫ്രോഗിൻ്റെ ബ്ലഡിൽ ആരൊക്കെയുണ്ട്? പ്ലാസ്മയുണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് സെൽസ് ഉണ്ട്. ഇനി ഈ ബ്ലഡ് സെൽസിൽ ആരൊക്കെയുള്ളത്? RBC ഉണ്ട്. RBC മീൻസ് എറിത്രോസൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെയുള്ള ആളാണ് മക്കളെ WBC അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ദാറ്റ് ഈസ് ല്യൂക്കോസൈറ്റ്സ്. ക്ലിയർ ആണോ? സോ RBC ഉണ്ട്, WBC ഉണ്ട്. RBC എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ എറിത്രോസൈറ്റ്സ്, WBC എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ല്യൂക്കോസൈറ്റ്സ്. ക്ലിയർ ആണല്ലോ. പിന്നെയുള്ള ആൾ ആരാണ് മക്കളെ? ദാറ്റ് ഇസ് ദ പ്ലേറ്റ്ലെറ്റ്സ്. അതെന്താണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. സോ ഫ്രോഗിൽ ബ്ലഡിൽ എന്തൊക്കെയുണ്ട്? ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലാസ്മയുണ്ട്. ഈ ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? 3 ഉണ്ട്. WBC ഉണ്ട്, RBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. WBC is also known as leukocytes, RBC is also known as erythrocytes and also the platelets. ഇങ്ങനെ 3 ആളുകളാണ് ആ ബ്ലഡ് സെൽസിൽ പ്രസന്റ് ആയിട്ടുള്ളത് ഫ്രോഗിൻ്റെ കേസിൽ. ക്ലിയർ ആണല്ലോ മക്കളെ. ഇനി ഇവരുടെ RBCക്ക് ഒരു പ്രത്യേകതയുണ്ട്. സി ഫ്രോഗ്സിൻ്റെ RBC എന്ന് പറയുന്നത് ന്യൂക്ലിയേറ്റഡ് ആണ്. ദാറ്റ് ഇസ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ഫ്രോഗ്സിൻ്റെ RBC എങ്ങനെയായിരിക്കും മക്കളെ? ന്യൂക്ലിയേറ്റഡ് ആണ്. ആൻഡ് ഓൾസോ കണ്ടെയ്ൻ റെഡ് കളേർഡ് പിഗ്മെന്റ് നെയിംലി ഹീമോഗ്ലോബിൻ. ഇവർക്ക് എന്ത് പ്രസന്റ് ആയിരിക്കും? റെഡ് കളേർഡ് പിഗ്മെന്റ് പ്രസന്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഹീമോഗ്ലോബിൻ. ക്ലിയർ ആണോ? ഇവർക്ക് എന്ത് പ്രസന്റ് ആണ്? റെഡ് കളേർഡ് പിഗ്മെന്റ് പ്രസന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ദാറ്റ് ഈസ് നോൺ ആസ് ഹീമോഗ്ലോബിൻ. The lymph is different from blood. ഇവിടുത്തെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ആക്ച്വലി ബ്ലഡും ലിംഫും സെയിം ആണോ? അങ്ങനൊരു പ്രശ്നം കുറേ പേരുടെ മനസ്സിലുണ്ട്, ബ്ലഡും ലിംഫും സെയിം ആണ് എന്നുള്ളത്. മക്കളെ, ബ്ലഡും ലിംഫും എന്താണ്? ഡിഫറെൻ്റ് ആണ്. ക്ലിയർ ആയോ? അതിവിടെ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ദ ലിംഫ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ബ്ലഡ്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. ക്ലിയർ? സോ ദ ലിംഫ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ബ്ലഡ് and it lacks few proteins and RBC. എന്താണ് ബ്ലഡും ലിംഫും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്? മക്കളെ, ലിംഫിൽ ചില പ്രോട്ടീൻസും RBC ഒന്നും ഉണ്ടാകത്തില്ല. ബ്ലഡിൽ RBC ഇല്ലേ? WBC ഇല്ലേ? പ്ലേറ്റ്ലെറ്റ്സ് ഇല്ലേ? സോ ലിംഫിൽ ഈ പറയുന്ന ചില പ്രോട്ടീൻസും RBC ഒക്കെ ആബ്സെൻ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ മക്കളെ? സോ ദ ബ്ലഡ് ക്യാരീസ് ന്യൂട്രിയൻസ്, ഗ്യാസസ് ആൻഡ് വാട്ടർ ടു ദ റെസ്പെക്റ്റീവ് സൈറ്റ്സ് ഡ്യൂറിങ് സർക്കുലേഷൻ. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ന്യൂട്രിയൻസും ആവശ്യമുള്ള ഗ്യാസസും വാട്ടറും ഒക്കെ ക്യാരി ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഈസ് അച്ചീവ്ഡ് ബൈ പമ്പിങ് ആക്ഷൻ ഓഫ് മസ്കുലാർ ഹാർട്ട്. ഇങ്ങനെ ബ്ലഡിൻ്റെ ഒരു പമ്പിങ് ആക്ച്വലി നടക്കുന്നത് ഹാർട്ട് ഫങ്ഷനിങ്ങിലൂടെ അല്ലേ? ഹാർട്ട് സ്റ്റോപ്പ് ചെയ്ത ബ്ലഡ് പമ്പിങ് നിൽക്കില്ല മക്കളെ. ഓക്കെ, അങ്ങനെയല്ലേ ലൈഫ് അവിടെ എൻഡ് ആവുന്നത്? ഹാർട്ട് നിന്നാൽ പിന്നെ ഒരു മനുഷ്യന് ലൈഫ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. കാരണം എന്താ? അവിടെ ബ്ലഡ് പമ്പിങ് നിൽക്കും. ഹാർട്ടിൽ നിന്നല്ലേ ബ്ലഡ് പമ്പിങ് വരുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയിൽ പഠിക്കും, എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് ഇയർ ബുക്കിൻ്റെ എൻഡിലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഹ്യൂമൻ ഫിസിയോളജി കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും, ഡൈജഷൻ ആണെങ്കിലും എക്സ്ക്രീഷൻ ആണെങ്കിലും അതല്ലാണ്ട് അബൌട്ട് ദിസ് ബ്ലഡ്, ലിംഫ്, ബോഡി ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഇപ്പോൾ ബ്ലഡ് സെൽസിലെ ഓരോന്നിൻ്റെ ഷേപ്പ് വരെ പഠിക്കാനുണ്ട്. ക്ലിയർ? ഓക്കെ ആണല്ലോ മക്കളെ? സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ലിംഫും ബ്ലഡും ഒന്നല്ല. ഈ ബ്ലഡിൽ കാണുന്ന എല്ലാ RBCയും അതുപോലെ തന്നെ ചില ആളുകളൊന്നും ആരിൽ ഉണ്ടാവത്തില്ല, ചില പ്രോട്ടീൻസ് ഒന്നും ലിംഫിൽ ഉണ്ടാവില്ല. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻലി. ഇനി ഈ പറയുന്ന ആൾക്കാരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത്, വേസ്റ്റസിനെ എലിമിനേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ദ എലിമിനേഷൻ ഓഫ് നൈട്രോജീനസ് വേസ്റ്റസ്. ഓക്കെ, ഇങ്ങനെ നൈട്രോജീനസ് വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലേ മക്കളെ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്? അല്ലേ? നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞു, വാസ്കുലാർ സിസ്റ്റവും പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്താ പഠിക്കുന്നത്? എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്. മക്കളെ, എക്സ്ക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആക്ച്വലി എന്താണ്? നൈട്രോജീനസ് വേസ്റ്റ്, ബോഡിയിൽ നിന്നുള്ള നൈട്രോജീനസ് വേസ്റ്റസിനെ എലിമിനേറ്റ് ചെയ്യുന്നതാണല്ലോ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. സോ ദ എലിമിനേഷൻ ഓഫ് നൈട്രോജീനസ് വേസ്റ്റസ് ഈസ് ക്യാരീഡ് ഔട്ട് ബൈ എ വെൽ ഡെവലപ്ഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇറ്റ് ഈസ് ക്യാരീഡ് ഔട്ട് ബൈ എ വെൽ ഡെവലപ്ഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം. ആൻഡ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് കിഡ്നി, യുറീറ്റർ, ക്ലോയാക്ക ആൻഡ് യൂറിനറി ബ്ലാഡർ. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെയാണ് മക്കളെ ഉള്ളത്? കിഡ്നി ഉണ്ട്, യുറീറ്റർ ഉണ്ട്, ക്ലോയാക്ക ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്. എ പെയർ ഓഫ് കിഡ്നി,
യുറീറ്റർ, ക്ലോയാക്ക ആൻഡ് യൂറിനറി ബ്ലാഡർ. ഇങ്ങനെ 4 പേരാണ് എന്തിലുള്ളത്? ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. 4 പേരാണ് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദീസ് ആർ കോമ്പാക്ട് ഡാർക്ക് റെഡ് ആൻഡ് ബീൻ ലൈക്ക് സ്ട്രക്ചർ സിറ്റുവേറ്റഡ് ആൻഡ് എ ലിറ്റിൽ പോസ്റ്റീരിയർലി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ പൊസിഷനിങ് ആണ് മക്കളെ. ദീസ് ആർ കോമ്പാക്ട്, അതായത് നമ്മളുടെ ഈ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റം ആക്ച്വലി പ്രസൻറ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അ ലിറ്റിൽ പോസ്റ്റീരിയർലി ഇൻ ദ ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റിയിൽ നിന്നും ഒരു ഇച്ചിരി പോസ്റ്റീരിയർ ആയിട്ടാണ് ആര് കിടക്കുന്നത്? ഈ എക്സ്ക്രീറ്ററി സിസ്റ്റം കിടക്കുന്നത്. സോ അത് നമ്മളുടെ വേർട്ടിബ്രൽ കോളം ഉണ്ടല്ലോ, വേർട്ടിബ്രൽ കോളത്തിൻ്റെ 2 എൻഡിലായിട്ട് 2 സൈഡിലായിട്ടാണ് മക്കളെ ആരെ കാണാൻ പറ്റുക? നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ കാണാൻ വേണ്ടി പറ്റുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? നമ്മളുടെ ബോഡി ക്യാവിറ്റിയുടെ 2 എൻഡിലായിട്ടാണ്, 2 സൈഡിലായിട്ടാണ്, എൻഡിലല്ല 2 സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റം കാണാൻ പറ്റുക. ഇവരുടെ പൊസിഷനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. എ ലിറ്റിൽ പോസ്റ്റീരിയർലി ഇൻ ദ ബോഡി ക്യാവിറ്റി. ക്ലിയർ ആണോ മക്കളെ? സോ ഈച്ച് കിഡ്നി ഈസ് കമ്പോസ്ഡ് ഓഫ് സെവറൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് കോൾഡ് യൂറിനിഫറസ് ട്യൂബ്യൂൾസ്. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ഏതാന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് മക്കളെ യൂറിനിഫറസ് ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ നെഫ്രോൺസ് എന്ന് പറയും. ഓക്കെ, കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ഏതാണ് മക്കളെ? ദാറ്റ് ഈസ് യൂറിനിഫറസ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ നെഫ്രോൺസ് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഈ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നമുക്കൊരു പെയർ ഓഫ് കിഡ്നി ഉണ്ട്, പിന്നെ യൂറേറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. യൂറേറ്റർ എങ്ങനെയാണ്? 2 യൂറേറ്റേഴ്സ് എമേർജ് ഫ്രം ദ കിഡ്നീസ്. കിഡ്നിയിൽ നിന്നുമാണ് 2 യൂറേറ്റർ എമർജ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കിഡ്നി എന്നുണ്ടെങ്കിൽ ഈ കിഡ്നിയിൽ നിന്നുമാണ് 2 യൂറേറ്റർ എന്ത് ചെയ്യുന്നത്? എമേർജ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? യൂറേറ്റർ എവിടെ നിന്നാണ് എമേർജ് ചെയ്യുന്നത്? കിഡ്നിയിൽ നിന്നാണ് എമേർജ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ യൂറേറ്റേഴ്സ് എമേർജ് ഫ്രം ദ കിഡ്നീസ് ഇൻ ദ മെയിൽ ഫ്രോഗ്സ്. മെയിൽ ഫ്രോഗ്സിൽ കിഡ്നിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? യൂറേറ്റർ എമേർജ് ചെയ്യുന്നത്. മെയിൽ ഫ്രോഗിൽ കിഡ്നിയിൽ നിന്നാണ് യൂറേറ്റർ എന്ത് ചെയ്യുന്നത് മക്കളെ? എമേർജ് ചെയ്യുന്നത്. ആൻഡ് ഈ യൂറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ആക്ട് ആസ് യുറൈനോജെനൈറ്റൽ ഡക്ട് വിച്ച് ഓപ്പൺസ് ഇൻ ടു ദ ക്ലോയാക്ക. ക്ലോയാക്കയിലോട്ട് ഓപ്പൺ ചെയ്യുന്ന യുറൈനോജെനൈറ്റൽ ഡക്ട് ആയിട്ടാണ് ഈ യൂറേറ്റേഴ്സ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സോ മെയിൽ ഫ്രോഗ്സിൽ ഈ പറയുന്ന കിഡ്നിയിൽ നിന്നുമാണ് ആര് എമേർജ് ചെയ്യുന്നത് മക്കളെ? യൂറേറ്റർ എമേർജ് ചെയ്യുന്നത്. യൂറേറ്റർ എവിടെ നിന്നാണ് എമേർജ് ചെയ്യുന്നത്? കിഡ്നിയിൽ നിന്നാണ് എമേർജ് ചെയ്യുന്നത്. ആൻഡ് ഇത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? യുറൈനോജെനൈറ്റൽ ഡക്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഓപ്പൺസ് ഇൻ ടു ദ ക്ലോയാക്ക. അതാണ് ക്ലോയാക്കയിലോട്ട് ഓപ്പൺ ചെയ്യുന്നത്. എവിടുത്തെ കാര്യം പോയി പറയുന്നത്? മെയിൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം മെയിൽസിലാണ് ഈ പറയുന്ന കിഡ്നിയിൽ നിന്നും 2 യൂറേറ്റർ എമേർജ് ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഇനി ഫീമെയിൽസിൻ്റെ കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ യൂറേറ്റേഴ്സും അതുപോലെ തന്നെ ഒവിഡക്റ്റും ക്ലോയാക്കയിലോട്ട് സെപ്പറേറ്റ്ലിയാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ആക്ച്വലി ദിസ് ഈസ് ദ യൂറേറ്റർ ആണെന്നുണ്ടെങ്കിലോ ഇനി ഒവിഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ്ലിയാണ് മക്കളെ ക്ലോയാക്കയിലോട്ട് ഓപ്പൺ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ യൂറേറ്റർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യുറൈനോജെനൈറ്റൽ ഡക്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദ ക്ലോയാക്ക. അത് സിംഗ്ലി ക്ലോയാക്കയിലോട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽസിൽ ഇത് സെപ്പറേറ്റ്ലിയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒവിഡക്റ്റും അതുപോലെ തന്നെ യൂറേറ്ററും സെപ്പറേറ്റ്ലിയാണ് മക്കളെ ക്ലോയാക്കയിലോട്ട് ഓപ്പൺ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ അല്ലേ? സോ ദ തിൻ വാൾഡ് യൂറിനറി ബ്ലാഡർ എന്തുണ്ട്? യൂറിനറി ബ്ലാഡർ ഇല്ലേ? യൂറിനറി ബ്ലാഡറിൻ്റെ പ്രത്യേകത തിൻ വാൾഡ് ഇസ് പ്രസന്റ് വെൻട്രൽ ടു ദ റെക്ടം. റെക്ടത്തിന് വെൻട്രൽ ആയിട്ടാണ് ഈ പറയുന്ന യൂറിനറി ബ്ലാഡർ കാണുന്നത്. വിച്ച് ഓൾസോ ഓപ്പൺസ് ഇൻ ടു ദ ക്ലോയാക്ക. അതും ക്ലോയാക്കയിലോട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എല്ലാവരും ഓപ്പൺ ഔട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ആർക്ക് തന്നെയാണ് മക്കളെ? ക്ലോയാക്കയിലോട്ട് തന്നെയാണ്. അതിൽ മെയിൽസിലാകുമ്പം ഇറ്റ് ഈസ് സിംഗ്ലി ഓപ്പണിംഗ് ടു ദ ക്ലോയാക്ക ആസ് എ യൂറൈനോജെനൈറ്റൽ ഡക്ട്. ആൻഡ് വെദർ ഇറ്റ് ഈസ് ഇൻ ഫീമെയിൽസ് ഇറ്റ് ഈസ് ഓപ്പണിംഗ് സെപ്പറേറ്റ്ലി. ദാറ്റ് ഈസ് ഒവിഡക്ട് ഈസ് ഓപ്പണിംഗ് സെപ്പറേറ്റ്ലി ആൻഡ് ഓൾസോ യൂറേറ്റർ ഈസ് ഓപ്പണിംഗ് സെപ്പറേറ്റ്ലി. ആൻഡ് ഇവിടെ പിന്നെ ആരെയും കൂടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ യൂറിനറി ബ്ലാഡറും ക്ലോയാക്കയിലോട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഇവരെവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്? രക്തത്തിന് വെൻട്രൽ ആയിട്ടാണ് യൂറിനറി ബ്ലാഡർ പ്രസൻ്റ് ആയിട്ടുള്ളത്. ക്ലിയർ ആയോ മക്കളെ? സോ ദ ഫ്രോഗ്സ് എക്സ്ക്രീറ്റ്. ഇനി ഫ്രോഗിൻ്റെ എക്സ്ക്രീറ്ററി വേസ്റ്റ് ഏതാണ് മക്കളെ? ഏതാണ്? യൂറിക് ആസിഡ് ആണോ? അമിനോ ആസിഡ് ആണോ? അല്ല, യൂറിയ ആണ്. എന്താണ്? യൂറിയ എന്ന് പറയുന്നതാണ് ഫ്രോഗിൻ്റെ എലിമിനേഷൻ അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി നൈട്രോജീനസ് വേസ്റ്റ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് യൂറിയോടെലിക് ആനിമൽ. എന്ത് വിളിക്കാം? യൂറിയോടെലിക് ആനിമൽ എന്നാണ് ഇവരെ വിളിക്കാൻ പറ്റുക. ഫ്രോഗ്സ് ആർ യൂറിയോടെലിക് ആനിമൽസ്. ക്ലിയർ ആയോ?
Okay അല്ലേ മക്കളെ? So the excretory wastes are carried by the blood into kidney where it is separated and excreted. ഇനി excretory waste നേരെ കിഡ്നിയിലോട്ട് കൊടുത്തയച്ചിട്ട് അത് അവിടെ എന്ത് ചെയ്യാണ്? പ്യൂരിഫൈ ചെയ്യും അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യും എന്നിട്ട് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്രയാണ് മക്കളെ നമുക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? മക്കൾ പറ, എന്തെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിരുന്നു, പിന്നെ വാസ്കുലാർ സിസ്റ്റം പഠിച്ചു, ആൻഡ് നൗ വി ഹാവ് ലേൺഡ് അബൌട്ട് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റവും പഠിച്ചു. ഓർക്കുന്നില്ലേ? ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അത് രണ്ടും ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ വാസ്കുലർ സിസ്റ്റത്തിലാണ് കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ആൻഡ് നൗ അബൌട്ട് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. അതിൽ മെയിലിനും ഫീമെയിലിനും ഡിഫറൻസ് ഉണ്ട്. മെയിലിലാകുമ്പം അതൊരു സിംഗിൾ ഡക്റ്റായിട്ടാണ് ക്ലോയാക്കയിലോട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽസിൽ അത് സിംഗിൾ ഡക്റ്റായിട്ടല്ല ഓപ്പൺ ചെയ്യുന്നത്, സെപ്പറേറ്റ്ലി ഓപ്പൺ ചെയ്യുകയാണ്. യുറീറ്റർ സെപ്പറേറ്റ്ലി, യൂറിനറി ബ്ലാഡർ സെപ്പറേറ്റ് ആയിട്ട്, ഒവിഡക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ക്ലോയാക്കയിലോട്ട് ഓപ്പൺ ചെയ്യാം. വോട്ട് എവർ അത് ലാസ്റ്റ് എത്തുന്നത് എവിടെ തന്നെയാണ്? ക്ലോയാക്കയിലോട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ക്ലിയർ ആയോ മക്കളെ? ഇത്രയാണ് നമുക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ഡിഫറൻസ്, മെയിൽസിലും ഫീമെയിൽസിലും ഇവരിൽ കാണുന്ന ഡിഫറൻസ് പഠിക്കാനുണ്ട്. ലൈക്ക് വാട്ട് എവർ ബി ദ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഓക്കെ, അതാണ് നമുക്ക് മൂവ് ഓൺ ചെയ്യാനുള്ളത്. ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇവരുടെ ഈ ഒരു ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രാം തന്നെ എക്സാമിന് മുന്നേ PYQസിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിലെ ഓരോ പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് PYQസിൽ. സോ അത് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? സോ നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, സോ അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്, താങ്ക് യു.